സുമുഖമായി പ്രോഗ്രാം തുടങ്ങുന്നതിന് മുമ്പ് എൻ്റെ ആത്മസുഹൃത്തും ഗുരുവുമായ പ്രൊഫസറിനെക്കുറിച്ച് രണ്ട് വാക്ക്. അധ്യാപനം ഒരു കൂദാശയാണെന്നും അധ്യാപക വൃത്തി ഒരു ശുശ്രൂഷയാണെന്നും ഇവിടെയുള്ള എല്ലാ വൈദികരും വന്ന കാലം മുതൽ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. ഈ കൂദാശയും ഈ ശുശ്രൂഷയും ഏറ്റവും സിമ്പിളായി മനസ്സിൽ തങ്ങുന്ന രീതിയിൽ എങ്ങനെ നിർവഹിക്കാം എന്ന് ഈ കോളേജിനും സാറിൻ്റെ ശിഷ്യങ്ങൾക്കും കാണിച്ചു തന്ന വന്യ ഗുരുനാഥനാണ് പ്രൊഫസർ. പ്രൊഫസറും സാറിൻ്റെ കുടുംബവുമായി ഞങ്ങൾ ഓരോ അധ്യാപകർക്കും ഉണ്ടായിരുന്ന ബന്ധം ഏറെയാണ്. അന്ന് ഫസ്റ്റ് ബെല്ലിന് കോളേജിൽ വരികയോ ലാസ്റ്റ് ബെല്ല് കഴിഞ്ഞ് വീട്ടിൽ പോകുന്ന ഒരു കാലഘട്ടത്തിലല്ല ഞങ്ങളൊക്കെ ഇവിടെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. പലപ്പോഴും ക്ലാസ് കഴിയുമ്പോഴും ഗുരുനാഥന്മാരുടെ വീട്ടിൽ പോയിരിക്കുക, സംശയങ്ങൾ ഡിസ്കസ് ചെയ്യുക, തമാശകൾ പറഞ്ഞിരിക്കുക, സിനിമകൾ കണ്ടിരിക്കുക, ചീട്ട് കളിച്ചിരിക്കുക, ഇതിനെല്ലാം ഒരുപാട് കാര്യങ്ങൾ ഇതിൽ നിന്നെല്ലാം ഈ ഗുരുവിൽ നിന്ന് ഞങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. അവിടെയെല്ലാം അമ്മയായി വിളിക്കാൻ അർഹതയുള്ള ചേച്ചിയായി തന്നെ ഞങ്ങളുടെ പ്രിയപ്പെട്ട ജലജ ചേച്ചി ഞങ്ങളെ സ്വീകരിച്ചിട്ടുണ്ട്. ഇന്നും ചേച്ചിയായിട്ടും സാറിൻ്റെ മക്കളായ പ്രവീണും കിരണുമായിട്ടും ആ ബന്ധം തുടരുന്നു. നമ്മൾക്ക് പ്രാർത്ഥനയോടെ ഈ എളിയ യോഗം ആരംഭിക്കാം. അനുഗ്രഹപൂമഴ പൊഴിയൂ, അനവരതം കൃപ ചൊരിയൂ. അനുഗ്രഹപൂമഴ പൊഴിയൂ, അനവരതം കൃപ ചൊരിയൂ. അനശ്വരനാം ജഗദീശ, അനുപമ സ്നേഹാംബുദിയേ. അനുഗ്രഹപൂമഴ പൊഴിയൂ, അനവരതം കൃപ ചൊരിയൂ. അനശ്വരനാം ജഗദീശ, അനുപമ സ്നേഹാംബുദിയേ. അഖിലവും അലിവാൽ തീർത്തവനേ, അനുദിന കൃപയാൽ നയിപ്പവനേ. അഖിലവും അലിവാൽ തീർത്തവനേ, അനുദിന കൃപയാൽ നയിപ്പവനേ. അവികല ജീവൻ ഉറവിടമേ, അതുലദയാമയനേ. അവികല ജീവൻ ഉറവിടമേ, അതുലദയാമയനേ. അനുഗ്രഹപൂമഴ പൊഴിയൂ, അനവരതം കൃപ ചൊരിയൂ. അനശ്വരനാം ജഗദീശ, അനുപമ സ്നേഹാംബുദിയേ. അനുപമ സ്നേഹാംബുദിയേ. വിജ്ഞാനം തമ്പുരാൻ്റെ വചനങ്ങളിൽ നിന്നാണല്ലോ. ബൈബിൾ വായനയ്ക്കായി ബഹുമാനപ്പെട്ട ചാവറയച്ചനെ ക്ഷണിക്കുന്നു. സഹോദരരെ, 127, 27 എന്നീ സങ്കീർത്തനങ്ങളിൽ നിന്നുള്ള വായന. കർത്താവ് വീട് പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം വ്യർത്ഥമാണ്. കർത്താവ് നഗരം കാക്കുന്നില്ലെങ്കിൽ കാവൽക്കാർ ഉണർന്നിരിക്കുന്നതും വ്യർത്ഥം. അതിരാവിലെ എഴുന്നേൽക്കുന്നതും വളരെ വൈകി കിടക്കുവാൻ പോകുന്നതും കഠിനപ്രയത്നം ചെയ്ത് ഉപജീവിക്കുന്നതും വ്യർത്ഥമാണ്. തൻ്റെ പ്രിയപ്പെട്ടവർ ഉറങ്ങുമ്പോഴും കർത്താവ് അവർക്ക് വേണ്ടത് നൽകുന്നു. കർത്താവ് എൻ്റെ പ്രകാശവും രക്ഷയുമാണ്. ഞാൻ ആരെ ഭയപ്പെടണം? കർത്താവ് എൻ്റെ ജീവിതത്തിന് കോട്ടയാണ്. ഞാൻ ആരെ പേടിക്കണം? ഒരു സൈന്യം തന്നെ എനിക്കെതിരെ പാളയമടിച്ചാലും എൻ്റെ ഹൃദയം ഭയം അറിയുകയില്ല. ഒരു കാര്യം മാത്രം ഞാൻ കർത്താവിനോട് അപേക്ഷിക്കുന്നു, ഒരു കാര്യം മാത്രം ഞാൻ തേടുന്നു. ജീവിതകാലം മുഴുവൻ
എനിക്ക് അവിടുത്തെ ഭവനത്തിൽ വസിക്കണം. കർത്താവിൻ്റെ മാധുര്യം ആസ്വദിച്ചുകൊണ്ട് കർത്താവിൻ്റെ തിരുഹിതമാരാഞ്ഞ് അവിടുത്തെ ഭവനത്തിൽ വസിക്കണം. കർത്താവേ, അങ്ങയുടെ മുഖം ഞാൻ തേടുന്നുവെന്ന് എൻ്റെ ഹൃദയം എന്നോട് മന്ത്രിക്കുന്നു. അങ്ങയുടെ മുഖം എന്നിൽ നിന്നും മറച്ചു വയ്ക്കരുതേ. ജീവിക്കുന്നവരുടെ ദേശത്ത് കർത്താവിൻ്റെ നന്മ കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവിൽ പ്രത്യാശ അർപ്പിക്കുവിൻ. ദുർബലരാകാതെ ധൈര്യം അവലംബിക്കുവിൻ. കർത്താവിന് വേണ്ടി കാത്തിരിക്കുവിൻ. സ്വാഗതം പ്രസംഗത്തിനായി ഡോക്ടർ സിബി കുര്യനെ ക്ഷണിക്കുമ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് 2 വാക്ക്. മറ്റന്നാൾ ഫിസിക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ 16ാമത്തെ HOD പടിയിറങ്ങുകയാണ്. 1 വർഷം കോവിഡ് കാലഘട്ടത്തിൽ HOD ആയിരുന്നപ്പോൾ സിബി സാറിനെ ഞങ്ങൾ കളിയാക്കി വിളിക്കാറ് കോവിഡ് HOD എന്നാണ്. പ്രതികൂലതകളിലും എങ്ങനെ ഡിപ്പാർട്ട്മെൻറ്റിൽ ഇത്രയൊക്കെ നടത്താമെന്നുള്ളതിന് ഇതിലും വലിയ ഉദാഹരണം ഞാൻ വാക്കുകൾ പറഞ്ഞ് ബുദ്ധിമുട്ടിക്കണ്ടല്ലോ. പ്രിയപ്പെട്ട സിബി സാറിനെ ഒരിക്കൽ കൂടെ നിങ്ങളെ അഭിമുഖീകരിക്കാൻ സ്വാഗത പ്രസംഗത്തിനായി ക്ഷണിക്കുന്നു. എസ് ബി കോളേജിൻ്റെ മാനേജർ റവറൻ ഡോക്ടർ തോമസ് പാടിയത്തച്ച, എസ് ബി കോളേജിൻ്റെ നിയുക്ത പ്രിൻസിപ്പൽ ഫാദർ റജിയച്ച, മുൻ പ്രിൻസിപ്പൽ ജേക്കബ് മാത്യു സാറേ, ഇന്ന് ഈ ഹാളിൻ്റെ ഉദ്ഘാടനത്തിന് കാരണഭൂതയായ ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രൊഫസറിൻ്റെ ഭാര്യ ജലയ ചേച്ചി, അതുപോലെ തന്നെ സാറിനെക്കുറിച്ച് അനുസ്മരണം നടത്താൻ വേണ്ടി ഇന്നിവിടെ എത്തിയിരിക്കുന്ന ഇംഗ്ലീഷ് വിഭാഗത്തിൻ്റെ മുൻ മേധാവി CC തോമസ് സാറ്, ഇന്നിവിടെ നമ്മുടെ ക്ലാസ് ഉദ്ഘാടനം ചെയ്യാൻ എത്തിയിരിക്കുന്ന ജോസ് മാത്യു സാറ്, പ്രൊഫസറിനെ ഏറെ സ്നേഹിക്കുന്ന സുഹൃത്തുക്കളെ, വിദ്യാർത്ഥികളെ, ഐസക് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഞാൻ ഇന്ന് ഇവിടെ നിൽക്കുമ്പോൾ വളരെ അധികം സന്തോഷത്തിലാണ് ഞാൻ ഇന്നിവിടെ നിൽക്കുക. കാരണം എനിക്കൊരു 1 വർഷം HOD-ആയിട്ട് ഇത് കിട്ടിയെങ്കിലും എനിക്ക് പ്രവർത്തിക്കാൻ ഒരു 3 മാസത്തിൽ കൂടുതൽ സമയം കിട്ടിയിരുന്നില്ല. പക്ഷേ പലതും ഈ ഡിപ്പാർട്ട്മെൻറ്റിന് വേണ്ടി ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടിയാണ് ഞാൻ HOD സ്ഥാനം ഏറ്റെടുത്തത്. അതെല്ലാം തന്നെ ഈ 30-ാം തീയതി കൊണ്ട് ചെയ്തു തീർക്കാൻ പറ്റും എന്നുള്ളൊരു സന്തോഷത്തിൽ, ചെയ്തു തീർക്കാൻ പറ്റി എന്നൊരു സന്തോഷത്തിലാണ് ഞാൻ ഈ അവസരത്തിൽ ഇവിടെ നിൽക്കുക. ഞാൻ ഈ അവസരത്തിൽ ഈ അവസ്ഥയിലായതിൻ്റെ പ്രധാന കാരണങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് ഈ SB മാനേജ്മെൻറ്റും അതോടൊപ്പം തന്നെ എന്നെ ഇവിടെ പഠിപ്പിച്ച, അതോടൊപ്പം തന്നെ സ്ഥാപനത്തിന് മേധാവികളായിട്ട് വർദ്ധിച്ച റിട്ടയർ ചെയ്ത അധ്യാപകരും ഇപ്പോഴുള്ള എൻ്റെ കൊളീഗ്സുമാണ്. അപ്പം അതിൽ കഴിഞ്ഞ ഒരു 3 മാസത്തിന് മുമ്പ് ഒരു മീറ്റിംഗ് മാനേജ്മെൻറ്റ് കൂടിയപ്പോൾ മാനേജ്മെൻറ്റ് ഒരു സജഷൻ പറഞ്ഞിരുന്നു, SBയിലെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്കും കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള സ്കോളർഷിപ്പുകളും അതുപോലെ തന്നെ പുതിയ പ്രോജക്റ്റുകളൊക്കെ കൊണ്ടുവരാൻ വേണ്ടി എല്ലാവരും ശ്രമിക്കണമെന്നുള്ള ഒരു സജഷൻ മാനേജനും പഴയ പ്രിൻസിപ്പൾ ഇരുന്ന സമയത്ത് ഉണ്ടാകുകയുണ്ടായി. അന്നേരം ഇപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയ ചില ഐഡിയകൾ ഒന്ന് വർക്കൗട്ട് ചെയ്യാൻ പറ്റുമോ എന്ന് ഞാനൊന്ന് ശ്രമിക്കുകയായിരുന്നു. അപ്പം അന്ന് മാനേജ്മെൻറ്റിൽ പറഞ്ഞ ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത്, ഈ SBയിൽ നിന്നും റിട്ടയർ ചെയ്ത സാറുമാരുടെ സാന്നിധ്യം ഈ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് കൊണ്ടുവരത്തക്ക രീതിയിലുള്ള ഒരു വർക്കുകളാണ് ചെയ്യേണ്ടത് എന്നാണ് പറഞ്ഞത്. അതനുസരിച്ച് ഡിപ്പാർട്ട്മെൻറ്റ് ചർച്ച ചെയ്തപ്പോൾ ഈ ഒരു ഹാള്, ഇത് ഫിസിക്സ് ഓഡിറ്റോറിയം എന്നാണ് അറിയപ്പെട്ടിരുന്നത്, ഈ ഒരു ഹാള് റെനോവേറ്റ് ചെയ്ത് ഒരു ക്ലാസ് റൂം കം ഓഡിറ്റോറിയമായിട്ട് മാറ്റത്തക്ക രീതിയിലൊരു കാര്യം ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ മനസ്സിൽ ആദ്യം വന്നത്, എന്നെ പഠിപ്പിച്ച ഈ ക്ലാസ് റൂമിൽ ഏറ്റവും കൂടുതൽ ക്ലാസ് എടുത്ത ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിലെ എല്ലാമായിരുന്ന പ്രൊഫസറിൻ്റെ പേരിൽ ഇതൊന്ന് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് ഞാൻ ആദ്യം ആലോചിച്ച കാര്യം. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും തന്നെ ഇലക്ട്രിസിറ്റി ആൻഡ് മാഗ്നറ്റിസം വർഷങ്ങളോളം, 30 വർഷത്തോളം ഈ ഒരു ബോർഡിൽ സാറ് എഴുതി പഠിപ്പിച്ചതാണ്.
അപ്പോൾ പ്രൊഫസറിൻ്റെ പേരിൽ തന്നെ ഇത് ചെയ്യുന്നതിൻ്റെ അകത്ത് വളരെ അധികം ഒരു എന്താണ് സന്തോഷകരമായ കാര്യമാണെന്ന് വെച്ചാൽ ഞാൻ ചേച്ചിയെ വിളിച്ച് സംസാരിച്ചു. സാറിൻ്റെ 2 മക്കൾ കിരണിനെയും പ്രവീണിനെയും വിളിച്ച് സംസാരിച്ചപ്പോൾ അവർ പൂർണ്ണമായിട്ടും വളരെ സന്തോഷത്തോടു കൂടി തന്നെ ഈ ഒരു കാര്യം ചെയ്യുന്നതിന് വേണ്ടി സമ്മതിക്കുകയും അതനുസരിച്ച് ഞാൻ മാനേജ്മെൻറ്റിൽ പറയുകയും അങ്ങനെ ചെയ്ത് ഇത് ഒരു ഫലപ്രാപ്തിയിലെത്തുകയും ചെയ്തതാണ്. പ്രൊഫസറിനെ കുറിച്ച് എനിക്ക് 1-2 കാര്യങ്ങൾ പറയാനുണ്ട്. കാരണം സാറുമാരിലില്ലാത്ത അല്ലെങ്കിൽ സാറുമാരിൽ കൂടുതലായിട്ട് മറ്റ് സാറുമാരിൽ കൂടുതലായിട്ട് കാണപ്പെടേണ്ട ഒരു സ്വഭാവത്തിനുടമയായിരുന്നു പ്രൊഫസർ. ആദ്യമായിട്ട് പ്രൊഫസറിൻ്റെ സ്വഭാവത്തിൽ നടന്നത് സഹോദര സ്നേഹമായിരുന്നു. പ്രൊഫസറിൻ്റെ ഫാദർ ചെറുപ്പത്തിൽ മരിച്ചുപോയതാണ്. ബാക്കി സഹോദരങ്ങളെ പെങ്ങന്മാരെ കെട്ടിക്കാനും അനിയന് ജോലി മേടിക്കാനും അതുപോലെ തന്നെ അനിയന് ഒരു വീടുണ്ടാക്കാനും ഒക്കെ കുടുംബത്തിന് വേണ്ടി ഇല്ലായ്മയിൽ നിന്നും സ്വരൂപിച്ച പൈസ മുഴുവൻ കുടുംബത്തിന് വേണ്ടി ചെലവഴിച്ച ഒരു വ്യക്തിയാണ് പ്രൊഫസർ. അന്ന് ഞാൻ സാറിനോട് പറഞ്ഞായിരുന്നു, സാർ ഇത് ചെയ്യുന്നതിൻ്റെ ആ ഒരു പുണ്യം സാറിൻ്റെ ഭാര്യയിലൂടെയും സാറിൻ്റെ മക്കളിലൂടെയും സാറിനുണ്ടാവും എന്ന് ഞാൻ സാറിനോട് പറഞ്ഞിരുന്നു. അത് ദൈവം ഫലപ്രാപ്തിയിലെത്തിച്ചു. നല്ലവരായ 2 മക്കളെയും സാറിനെയും അതുകഴിഞ്ഞ് സ്നേഹിച്ച ഒരു ഭാര്യയെയും സാറിന് കിട്ടി. അവരുടെ ആ കൂട്ടായ ആ ഒരു സ്നേഹപ്രകടനത്തിലൂടെയാണ് സാറിൻ്റെ ജീവിതത്തിൽ ഇത്രയും നല്ല ഒരു ഐശ്വര്യമുണ്ടായത്. അതോടൊപ്പം തന്നെ ഡിപ്പാർട്ട്മെൻറ്റിലെ ഞങ്ങളെ ഓരോരുത്തരെയും ഏറെ സ്നേഹിച്ച ഒരു വ്യക്തിയാണ് പ്രൊഫസർ. ഞങ്ങൾ ഇവിടെ ഉച്ചയ്ക്ക് ആഹാരം കൊണ്ടുവരാതെ ഇവിടെ വന്നിരുന്നെങ്കിൽ ആരെയും കൂടി സാർ ഹോട്ടലിലോട്ട് വിടത്തില്ലായിരുന്നു. എല്ലാവരെയും സാറ് വീട്ടിൽ വിളിച്ചുകൊണ്ട് പോയിട്ട് അവിടുന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും ആഹാരം തരുമായിരുന്നു. ജലചേച്ചിയുടെ കയ്യിൽ നിന്നും അതുപോലെ തന്നെ ഒത്തിരി ആഹാരം കഴിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും തന്നെ ഞാൻ ഈ പ്രോഗ്രാമിന് വിളിച്ചിരിക്കുന്നത് സാറുമായിട്ട് ഇൻറ്റിമേറ്റഡ് ആയിട്ടുള്ള റിലേഷനുള്ള ആൾക്കാരെ സെലക്ട് ചെയ്താണ് വിളിച്ചിരിക്കുന്നത്. ജലചേച്ചിയുടെ കയ്യിൽ നിന്നും പ്രൊഫസറിൻ്റെ കയ്യിൽ നിന്നും ഒരു നേരം ആഹാരം കഴിക്കാത്ത ആരെങ്കിലും ഞാൻ വിളിച്ചതിൻ്റെ അകത്ത് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇന്നും നമുക്ക് കയറി ചെല്ലാൻ പറ്റും, നമ്മുടെ വീട് പോലെ തന്നെ എന്നും നമുക്ക് കയറി ചെല്ലാൻ പറ്റുന്നൊരു വീടായിരുന്നു പ്രൊഫസറിൻ്റെ വീട്. അതുപോലെ തന്നെ എൻ്റെ ജീവിതത്തിലും ഒത്തിരി ഉപദേശങ്ങളൊക്കെ സാർ എനിക്ക് തന്നിട്ടുണ്ട്. ഞാൻ എല്ലാ രീതിയിലും ഞാൻ സാറിനോട് കടപ്പെട്ടിരിക്കുന്നു. സാറിൻ്റെ ആത്മാവിന് വേണ്ടി സന്തോഷം അനുഭവിക്കുന്ന ആത്മാവാണെന്ന് വ്യക്തമാണ്. സാറിൻ്റെ ആത്മാവിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കടമയിലേക്ക് കടക്കുകയാണ്. ഇന്ന് ഈ ഹാളിൻ്റെ ഉദ്ഘാടനം ഇവിടെ നടത്തുവാൻ നമ്മുടെ ശനാശ്ശേരി അതിരൂപതയുടെ മെത്രാപ്പൊലീത്ത ജോസഫ് പെരുന്തോട്ടം എത്തുമെന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ ഇന്ന് പിതാവിന് ഒരു ഓൺലൈൻ പ്രോഗ്രാം ഇന്ന് 10 തൊട്ട് 1 മണി വരെ ഉള്ളതുകൊണ്ട് പിതാവിന് ഇവിടെ നിന്ന് എത്താൻ പറ്റുകയില്ലെന്ന് അറിയിച്ചിട്ടുണ്ട്. എങ്കിലും എല്ലാവരുടെയും പേരിൽ ഈ കോളേജിൻ്റെ പേട്രൺ ആർച്ച് ബിഷപ്പ് ജോസഫ് പെരുന്തോട്ടം പിതാവിനെ നിങ്ങളുടെ ഏവരുടെയും നാമത്തിൽ ഞാൻ ഈ ഫംഗ്ഷനിലേക്ക് പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ കോളേജിൻ്റെ മാനേജർ, നമുക്കറിയാം ഒരു കോളേജ് ഫംഗ്ഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ മാനേജ്മെൻറ്റ് ഏറ്റവും സ്ട്രോങ് ആയാൽ മാത്രമേ ആ കോളേജിൻ്റെ ഫംഗ്ഷനിങ് പൂർത്തിയാകത്തുള്ളൂ. വിദൂരത്തിരുന്നാണെങ്കിൽ പോലും നമ്മളെല്ലാവരെയും കരുതുന്ന ആവശ്യമായിട്ടുള്ള പ്രോത്സാഹനം തരുന്ന ഒരു നല്ല മാനേജർ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ കാര്യങ്ങളെല്ലാം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ. ഞാൻ ഈ പ്രോഗ്രാമായിട്ട് മുന്നോട്ട് പോയപ്പോൾ എപ്പോൾ ഞാൻ അച്ഛനെ വിളിച്ച് സംസാരിച്ചു കഴിഞ്ഞാലും പ്രോപ്പറായിട്ടുള്ള സപ്പോർട്ടും മറുപടിയും തന്ന് ഏറ്റവും ഭംഗിയായിട്ട് ഈ കോളേജിനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു മാനേജരാണ് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത്. ഏറെ സ്നേഹത്തോടെ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും നാമത്തിൽ ഇവിടെ മാനേജർ തോമസ് പാടിയത്തച്ഛനെ നിങ്ങളുടെ ഏവരുടെയും നാമത്തിൽ ഞാൻ ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ പുതിയതായിട്ട് വന്ന SB കോളേജിൻ്റെ പ്രിൻസിപ്പൾ റജിയച്ചൻ ഇതിനു മുമ്പ് കോളേജിൻ്റെ നടത്തിപ്പിൽ വൈസ് പ്രിൻസിപ്പളായിട്ടും അതുപോലെ തന്നെ ബർസാറായിട്ടും തൻ്റെ കഴിവ് തെളിയിച്ചിട്ടുള്ള ആളാണ്. SB പോലുള്ളൊരു കോളേജ് മുന്നോട്ട് കൊണ്ടുപോകുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണെന്ന് മനസ്സിലാക്കുന്നു. പക്ഷേ നിങ്ങളുടെയൊക്കെ അച്ഛൻ്റെയൊക്കെ ആ ഒരു ത്യാഗ മനോഭാവത്തിൽ കൂടെ മാത്രമേ കൂടുതൽ സമയവും ആരോഗ്യവും ഒക്കെ ഇതിനോട് ചെലവഴിച്ചാൽ മാത്രമേ നമുക്ക് ഈ കോളേജ് വളരെ ഭംഗിയായിട്ട് കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ.
ആ ഒരു നിശ്ചയദാർഢ്യത്തോടെ തന്നെയാണ് അച്ഛൻ ഈ സ്ഥാനം ഏറ്റിരിക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത് ഈ ചുരുങ്ങിയ ദിവസം കൊണ്ട്. ഇന്നിവിടെ എത്തിയിരിക്കുന്ന നമ്മുടെ കോളേജിൻ്റെ പ്രിൻസിപ്പൾ റജി പ്ലാത്തോട്ട അച്ഛനെ നിങ്ങളുടെ എവിടെ നാമത്തിൽ ഞാൻ ഈ മീറ്റിങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പിന്നെ ഇന്ന് ഈ ഹാള് ഇവിടെ ഉദ്ഘാടനം ചെയ്യുന്നത് പ്രൊഫസറിൻ്റെ പേരിലാണെങ്കിലും അതിൻ്റെ എല്ലാ കാര്യങ്ങളിലും ചുക്കാൻ പിടിച്ചത് സാറിൻ്റെ ജീവിതത്തിലും അതുപോലെ തന്നെ ഇന്നത്തെ ഈ ഹാളിൻ്റെ നിർമ്മാണത്തിലും എല്ലാം ആവശ്യമായിട്ടുള്ള ചുക്കാൻ പിടിച്ചത് സാറിൻ്റെ പ്രിയ പത്നി ജലചേച്ചിയാണ്. തിരുവനന്തപുരത്തു നിന്നും ഇന്ന് രാവിലെ ഇവിടെ യാത്ര ചെയ്ത് എത്തിയിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും ഞങ്ങൾ എല്ലാ ദിവസവും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. വളരെ സന്തോഷത്തോടെ ആണ് ഈ ഹാളിൻ്റെ നിർമ്മാണത്തിന് വേണ്ടി ആ കുടുംബം സഹകരിച്ചിരിക്കുന്നത്. ഈ അവസരത്തിൽ ഇവിടെ എത്തിയിരിക്കുന്ന ജലചേച്ചിയെ നിങ്ങളുടെ എവിടെ നാമത്തിൽ ഞാൻ പ്രത്യേകമായി സ്വാഗതം ചെയ്യുന്നു. നമുക്കറിയാം, ഒരു വ്യക്തിയെ ഏറ്റവും കൂടുതലായിട്ട് അറിയുന്നത് അവരുടെ സുഹൃത്തുക്കളാണ്. ഒരു നല്ല സുഹൃത്ത് എന്ന് പറയുമ്പോൾ ഒരു കണ്ണാടി എന്ന രീതിയിലാണ് നല്ല സുഹൃത്തിനെ കുറിച്ച് പറയുക. അപ്പോൾ പ്രൊഫസറിനെ കുറിച്ച് ഉള്ള ഓർമ്മകൾ ഒന്ന് പങ്കുവയ്ക്കുവാൻ വേണ്ടി പ്രൊഫസറിൻ്റെ ഏറ്റവും ഉത്തമനായിട്ടുള്ള ഒരു സുഹൃത്തിനെയായിരുന്നു ഞാൻ തപ്പിക്കൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ തപ്പി അവസാനം ചെന്നെത്തിയത് സി സി തോമസ് സാറിലാണ്. സി സി തോമസ് സാറും പ്രൊഫസറും തമ്മിലുള്ള ബന്ധം ഞാൻ മാറി എന്ന് കണ്ടിട്ടുണ്ട്. ഇവിടെ ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന സമയത്ത് കണ്ടിട്ടുണ്ട്. പിന്നീടുള്ള അവസരങ്ങളിലെല്ലാം ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം സാറിനെ കുറിച്ച് പറയാൻ ഏറ്റവും യോഗ്യനായിട്ടുള്ള വ്യക്തി സി സി തോമസ് സാറാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അസുഖത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും തിരുവനന്തപുരത്തു നിന്ന് ഇവിടെ വരെ എത്തി ഇന്ന് സാറിനെക്കുറിച്ച് അനുസ്മരണം നടത്താൻ എത്തിയിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട ഡോക്ടർ സി സി തോമസിനെ നിങ്ങളുടെ എവിടെ നാമത്തിൽ ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളും. ഇപ്പോൾ നിങ്ങളോട് ഞാൻ പറഞ്ഞു, ഇവിടെ പ്രൊഫസർ പഠിപ്പിച്ച കാര്യങ്ങളെന്ന് പറയുന്നത് ഇലക്ട്രിസിറ്റി ആൻഡ് മാഗ്നറ്റിസം ആയിരുന്നു ഞാൻ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് എനിക്കൊരു നിർബന്ധം ഉണ്ടായിരുന്നു, ഇവിടെ നടക്കുന്ന ഒരു ക്ലാസ്, ഇപ്പം നമ്മൾ ഒരു മിക്സഡ് ഓഡിയൻസാണ്, അവിടെ ഫിസിക്സ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാകത്തില്ല. അതുകൊണ്ട് കറണ്ടിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ കറണ്ടിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ഇവിടെ ഇന്ന് ഇത് ക്ലാസ് എടുക്കാൻ വേണ്ടി എത്തിയിരിക്കുന്നത് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിലെ ജോസ്മാ സാറാണ്. അപ്പം അൽമായർക്ക് എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ ഒരു ചെറിയ ക്ലാസ് എടുത്തായിരിക്കും നമ്മൾ ഈ ക്ലാസ് റൂം ഇവിടെ ഉദ്ഘാടനം ചെയ്യുക. അപ്പോൾ ജോസ്മാ സാറിനെയും ഈ ദിവസത്തിൽ ഞാൻ ഈ മീറ്റിങ്ങിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഇനി ഇവിടെ ഈ ഹാള് ഉണ്ടാകാനുള്ള കാരണം എന്ന് പറയുന്നത് നമ്മുടെ വിരമിച്ച മുൻ പ്രിൻസിപ്പൽ ഡോക്ടർ ജെ.കെ. മാത്യു സാറാണ്. ജെ.കെ. സാറ് ഒരു മീറ്റിങ്ങിൽ എന്നെ വിളിച്ച് പറഞ്ഞു, സിബി ഇതുപോലെ തന്നെ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ പ്രോഗ്രാംസ് ഒന്നുമില്ല, ബോട്ടണി ഡിപ്പാർട്ട്മെൻറ്റിലാണ് ഏറ്റവും കൂടുതൽ പ്രോഗ്രാംസ് ഉള്ളത്. അതുകൊണ്ട് സിബി ഒരു മുൻകൈ എടുത്ത് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് കുറച്ച് പ്രോഗ്രാംസ് അറേഞ്ച് ചെയ്യാനുള്ളൊരു കാര്യം എടുക്കണം. അപ്പം നമ്മുടെ ടീച്ചേഴ്സിൻ്റെ തന്നെ മെമ്മറി ഇവിടെ കൊണ്ടുവരുന്ന രീതിയിൽ ടീച്ചേഴ്സിനെ തന്നെ ആദ്യം അപ്രോച്ച് ചെയ്ത് അവരുടെ ഒരു ഓർമ്മയുടെ കൊണ്ടുവരുന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ട ഉപദേശം അല്ലെങ്കിൽ ആ ഒരു ടെക്നിക്ക് എന്നോട് പറഞ്ഞു തന്നത് ജെ.കെ. സാറാണ്. അപ്പോൾ സാറിൻ്റെ ആ ഒരു രീതിയിൽ ഞാൻ നീങ്ങിക്കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ വർഷം പുതിയതായിട്ട് 12 പ്രോഗ്രാംസ് നമുക്ക് ഇവിടെ അറേഞ്ച് ചെയ്യാൻ പറ്റി. അപ്പോൾ അതിൻ്റെ ബുദ്ധി ജെ.കെ. സാറിൻ്റെയിലാണ് അതിൻ്റെ ബുദ്ധി ഉണ്ടായിരുന്നത്. അത് ഞാൻ ഒന്ന് എക്സിക്യൂട്ട് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ 2 വർഷം GSB കോളേജിനെ ഏറെ സ്നേഹിച്ച് ജേക്കബിൻ്റെ സമയവും അതുപോലെ തന്നെ കുടുംബത്തിൽ ചിലവഴിക്കേണ്ട സമയവും കാര്യങ്ങളും സാമ്പത്തും എല്ലാം ഈ 2 വർഷമായിട്ട് ഈ SB കോളേജിൽ മുടക്കിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഈ ക്ലാസ് റൂമിൻ്റെ നിർമ്മാണത്തിൽ പ്രധാന പങ്ക് വഹിച്ച ജേക്കബ് സാറിനെ ഈ മീറ്റിങ്ങിലേക്ക് ഒരു ആശംസ പറയാൻ വേണ്ടി ഞാൻ പ്രത്യേകം ക്ഷണിച്ചിരുന്നു. സാറിനെയും ഈ മീറ്റിങ്ങിലേക്ക് പ്രത്യേകമായിട്ട് ക്ഷണിക്കുന്നു. പിന്നെ ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിലേക്ക് നമ്മളെ സഹായിച്ച ഒത്തിരി വ്യക്തികളുണ്ട്. നമ്മുടെ ബർസാറ്, മോഹനച്ചൻ, വൈസ് പ്രിൻസിപ്പൾസ്, ചാവറയച്ചൻ്റെ ഒരു ദിവ്യമായ സാന്നിധ്യം, ഈ ഡിപ്പാർട്ട്മെൻറ്റിലെ എൻ്റെ കൊളീഗ്സ്, ഡിപ്പാർട്ട്മെൻറ്റിലെ പ്രത്യേകമായിട്ട് എനിക്ക് പറയാനുള്ളത് ഡിബിൻ്റെ പേര് ഡിബിനുണ്ട്, ജോഷി ഉണ്ടായിരുന്നു,
അവരൊക്കെ വളരെ ദിവസങ്ങളിൽ ഒരു പ്രതിഫലം ഇച്ഛിക്കാതെ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് നമുക്ക് ഈ കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റിയത്. അവരെ എല്ലാവരെയും ഞാൻ ഒറ്റ വാക്കിൽ ഈ മീറ്റിങ്ങിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ ഇവിടെ എത്തിയിരിക്കുന്നത് ഞാൻ പറഞ്ഞു പ്രൊഫസറിൻ്റെ ഇൻറ്റിമേറ്റ്സ് ആണ് എത്തിയിരിക്കുക. അതിൻ്റെ അത് ഫ്രണ്ട്സ് ഉണ്ടാവാം, റിലേറ്റീവ്സ് ഉണ്ടാവാം, സ്റ്റുഡൻസ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ എല്ലാവരെയും ഞാൻ നേരത്തെ അവരുടെ അഭിപ്രായം അനുസരിച്ച് ബുക്ക് ചെയ്തിട്ടാണ് ഇവിടെ വരുത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ മീറ്റിങ്ങിലേക്ക് വന്നിരിക്കുന്ന പ്രൊഫസറുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവരെയും ഒറ്റ വാക്കിൽ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ എൻ്റെ ഇപ്പോഴത്തെ ഡിപ്പാർട്ട്മെൻറ്റിലെ കൊളീഗ്സ്, ഇനി ഉള്ള കാര്യങ്ങളെല്ലാം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് അവരാണ്. അവരെല്ലാവരും ഇന്ന് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റിലെ എൻ്റെ ഇപ്പോഴുള്ള കൊളീഗ്സിനെ എല്ലാവരെയും ഞാൻ സ്നേഹത്തോടെ ഈ മീറ്റിങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒരിക്കൽ കൂടി ഞാൻ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവരെ എല്ലാവരെയും സ്നേഹത്തിൻ്റെ ഭാഷയിൽ ഈ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ വളരെ ചുരുങ്ങിയ രീതിയിൽ നമുക്ക് ഈ ഫംഗ്ഷൻ നടത്താൻ പറ്റുകയുള്ളൂ. അങ്ങനെ വിളിക്കാൻ പറ്റാത്ത ആൾക്കാരെല്ലാം നമുക്ക് ഓൺലൈനായിട്ട് നമ്മൾ അതിനുള്ള സൗകര്യം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓൺലൈനായിട്ട് അറ്റൻഡ് ചെയ്യുന്ന ഒത്തിരി വ്യക്തികളുണ്ട്. അവരെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എല്ലാവരെയും ഈ സ്നേഹത്തിൻ്റെ ഭാഷയിൽ ഈ മീറ്റിങ്ങിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സിബി. ഫിസിക്സ് ഡിപ്പാർട്ട്മെൻറ്റിന് സ്വകാര്യമായ ചില അഹങ്കാരങ്ങളുണ്ട്. എസ് ബി 100 വർഷം തികയുമ്പോഴും എസ് ബി അറിയപ്പെട്ടതെന്നും എസ് ബിയുടെ അധ്യാപകരിലൂടെയാണ്. ലേറ്റി ആയിട്ടുള്ള രണ്ടാമത്തെ അധ്യാപകൻ്റെ പേരിലുള്ള ഹാളാണ് ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത്. ആദ്യത്തതും ഫിസിക്സിൽ നിന്ന് തന്നെ പ്രൊഫസർ എസ്.എൽ. തോമസ് സാറിൻ്റെ പേരിലുള്ള ഹാള്. ഈ പ്രവണത ഇനിയും മറ്റു ഡിപ്പാർട്ട്മെൻറ്റുകൾക്ക് മാതൃകയാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഉദ്ഘാടന പ്രസംഗത്തിനും തുടർന്ന് ഉദ്ഘാടനത്തിനുമായി ബഹുമാനപ്പെട്ട മാനേജർ പാടിയത്തച്ഛനെ ക്ഷണിക്കുന്നു. കോളേജ് പ്രിൻസിപ്പൽ റവറൻ ഫാദർ റജി പി കുര്യൻ, മുൻ പ്രിൻസിപ്പൽ ജേക്കബ് മാത്യു സാർ, ഇംഗ്ലീഷ് വിഭാഗത്തിൻ്റെ മുൻ HOD ഡോക്ടർ CC തോമസ് സാർ, ഫിസിക്സ് ഡിപ്പാർട്ട്മെൻറ്റ് HOD CB കുര്യൻ സാർ, പ്രൊഫസറിൻ്റെ പ്രിയപ്പെട്ട പത്നി ശ്രീമതി ജലജ S. പ്രഭ, ബഹുമാനപ്പെട്ട വൈദികരെ, പ്രിയപ്പെട്ട വൈസ് പ്രിൻസിപ്പൽസ്, പ്രിയപ്പെട്ട അധ്യാപകരെ, മുൻ അധ്യാപകരെ, സഹോദരി സഹോദരന്മാരെ, വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാനിവിടെ ആയിരിക്കുന്നത്. അഭിമന്യ പിതാവിന് സാർ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇന്ന് CBCയുടെ കാത്തലിക് ബിഷപ്പ് കോൺഫറൻസ് ഓഫ് ഇന്ത്യയുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി മീറ്റിങ്ങിൽ പങ്കെടുക്കേണ്ടതായിട്ടുള്ളതുകൊണ്ടാണ് പിതാവിന് എത്തുവാനായിട്ട് സാധിക്കാതിരുന്നത്. ഇതിലും പിതാവിൻ്റെ ആശംസകളും പ്രത്യേക നന്ദിയുമെല്ലാം ഈ അവസരത്തിൽ ഞാൻ ആദ്യമേ തന്നെ അറിയിക്കുകയാണ്. ഏതായാലും വളരെ നല്ലൊരു കാര്യമാണ് നമ്മളിപ്പോൾ നിർവഹിച്ചിരിക്കുന്നത്. സ്വാഗത പ്രസംഗത്തിൽ അതുപോലെ തന്നെ ആമുഖ പ്രഭാഷണങ്ങളിൽ എല്ലാം ബഹുമാനപ്പെട്ട പ്രൊഫസറിനെ കുറിച്ച് അനുസ്മരിക്കുകയുണ്ടായി. സാറിൻ്റെ ശ്രേഷ്ഠമായ അധ്യാപന ദൗത്യത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്തു. എന്നെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായിട്ട് എനിക്ക് സാറിനെ അറിയില്ല. എങ്കിലും ഇതുവരെ സംസാരിച്ചവരിൽ നിന്നും 2 കാര്യങ്ങളാണ് ഞാൻ പ്രത്യേകമായിട്ട് മനസ്സിലാക്കിയത്. ആ 2 കാര്യങ്ങൾ നമ്മൾ അധ്യാപകരെക്കുറിച്ച് പൊതുവായിട്ട് പറയുന്ന 2 കാര്യങ്ങളുമാണ്. അല്ലെങ്കിൽ അധ്യാപകർക്ക് ഉണ്ടാകണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന 2 കാര്യങ്ങൾ തന്നെയാണ് ആദരണീയനായ പ്രൊഫസറിനെക്കുറിച്ച് ഇവിടെ പറയപ്പെട്ടതും അനുസ്മരിക്കപ്പെട്ടതും. അധ്യാപകരെക്കുറിച്ച് പറയുന്ന 2 കാര്യങ്ങൾ ഇതാണ്: ദേ ഷുഡ് ബി പെർപ്പച്വൽ സീക്കേഴ്സ് ഓഫ് ഇൻ്റലക്ച്വൽ ഇൻറ്റഗ്രിറ്റി എന്ന് പറയും. അതോടുകൂടി കൂട്ടിച്ചേർക്കപ്പെടുന്ന കാര്യം ഇതാണ്: ദേ ഷുഡ് ബി മെൻ ഓഫ് യൂണിവേഴ്സൽ കമ്പാഷൻ. ആമുഖ പ്രഭാഷണങ്ങളിൽ നിന്നും അല്ലെങ്കിൽ ഓർമ്മപ്പെടുത്തലുകളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയതും
ബഹുമാനപ്പെട്ട സിബി കുര്യൻ സാറ് ഇവിടെ പറഞ്ഞ് അവസാനിപ്പിച്ചതും ഇങ്ങനെയുള്ള രണ്ട് വലിയ ശ്രേഷ്ഠ സവിശേഷതകളെക്കുറിച്ചാണ്. സാറ് അറിവിനെ സ്നേഹിച്ച ഒരു വ്യക്തിയാണ് എന്ന് മനസ്സിലാക്കുന്നു. നീണ്ട 30 വർഷങ്ങൾ കൂടുതലായിട്ട് ഈ ക്ലാസ് റൂമിൽ തന്നെ അല്ലെങ്കിൽ ഈ ഓഡിറ്റോറിയത്തിൽ വിദ്യാർത്ഥികൾക്ക് തൻ്റെ അറിവും അനുഭവവും പങ്കുവയ്ക്കുവാനായിട്ട് സാറ് വലിയ സമർപ്പണം ചെയ്ത വ്യക്തിയാണെന്നാണ് മനസ്സിലാക്കിയത്. അതുതന്നെയാണ് നമ്മൾ പറഞ്ഞ ആ കാര്യത്തിന് വലിയ സാക്ഷ്യവും അതുതന്നെയാണ്. ദേ ഷുഡ് ബി എ പെർപ്പച്വൽ സീക്കേഴ്സ് ഓഫ് ഇൻ്റലക്ച്വൽ ഇൻറ്റഗ്രിറ്റി. സാറ് ആ ഇൻ്റലക്ച്വൽ ഇൻറ്റഗ്രിറ്റി വ്യക്തിജീവിതത്തിൽ കാത്തു സൂക്ഷിക്കുകയും അത് മറ്റുള്ളവരിലേക്ക് കൈമാറുകയും ചെയ്തു എന്നുള്ളതാണ്. അതാണ് ഭാരതീയ പാരമ്പര്യവും അതുതന്നെയാണ്. അറിയുക, അറിയുന്നത് ആചരിക്കുക, ആചരിക്കുന്നത് കൈമാറിക്കൊടുക്കുക. ഇതാണ് ഭാരതീയ പാരമ്പര്യം. അപ്പോൾ ആ രീതിയിൽ എല്ലാവിധത്തിലും നമുക്ക് വളരെ ആദരവോടുകൂടി അനുസ്മരിക്കേണ്ട ഒരു വ്യക്തിയുമാണ് പ്രൊഫസർ എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. രണ്ടാമത് നമ്മൾ പറഞ്ഞത് ടീച്ചേഴ്സ് ഷുഡ് ബി മെൻ ഓഫ് യൂണിവേഴ്സൽ കമ്പാഷൻ എന്നാണ്. അവിടെ ആമുഖത്തിൽ നമ്മൾ മനസ്സിലാക്കി സാറ് കൊളീഗ്സിനോട്, വിദ്യാർത്ഥികളോട്, ക്യാമ്പസിലുള്ള എല്ലാവരോടുമൊക്കെ എത്രമാത്രം വലിയ സൗഹൃദവും സ്നേഹവും ആദരവും അതുപോലെ തന്നെ ഭക്ഷണം കൊണ്ടുവരാത്ത വ്യക്തികളുടെ ഓർമ്മപ്പെടുത്തലും ഇവിടെ ഉണ്ടായല്ലോ. അവരെയും ഭവനത്തിലേക്ക് ക്ഷണിക്കുകയും ഭക്ഷണം നൽകുകയും എല്ലാം ചെയ്തു. അല്ലെങ്കിൽ എല്ലാവരോടും വ്യക്തി എന്ന നിലയിൽ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ പ്രവർത്തകരെന്ന നിലയിലെല്ലാം എന്നും ആദരവോടും സ്നേഹത്തോടും കൂടി ആയിരുന്നുവെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതുതന്നെയാണല്ലോ ഈ മെൻ ഓഫ് യൂണിവേഴ്സൽ കമ്പാഷൻ എന്നുള്ളതിന് വലിയൊരു സാക്ഷ്യമായിട്ടുള്ളതും. അതുകൊണ്ട് എനിക്കും അതിരൂപതയുടെ പേരിൽ വളരെ നന്ദിയോടും ആദരവോടും കൂടിയാണ് സാറിനെ അനുസ്മരിക്കുവാനായിട്ട് ഉള്ളത്. ഈ കലാലയത്തിൽ നീണ്ട 30 വർഷങ്ങൾ സാറ് ശുശ്രൂഷ ചെയ്തു എന്നത് തന്നെ അതിരൂപതയ്ക്ക് വലിയ കടപ്പാടിൻ്റെ ഒരു കാര്യമാണ്. കാരണം ഈ കലാലയം ഇവിടെ അനുസ്മരിക്കപ്പെട്ടതുപോലെ കലാലയം നമ്മുടെ പൊതു സ്വത്താണ്. എങ്കിലും കലാലയത്തിലെ അധ്യാപകരും വിദ്യാർത്ഥികളുമാണ് ഈ കലാലയത്തിൻ്റെ എപ്പോഴുമുള്ള വലിയ സമ്പത്ത്. അപ്പോൾ അധ്യാപകരിലൂടെയാണ് കലാലയം പുറത്തേക്ക് അറിയപ്പെടുന്നതും തൻ്റെ മികവ് പുലർത്തുന്നതുമല്ല. അപ്പോൾ ആ രീതിയിലെല്ലാം നമ്മൾ നമ്മുടെ മുൻ അധ്യാപകരോടും ഇപ്പോഴുള്ള അധ്യാപകരോടുമെല്ലാം എപ്പോഴും കടപ്പാടുള്ളവരാണ്. അതുകൊണ്ട് സാറിൻ്റെ അധ്യാപകൻ എന്ന നിലയിലുള്ള വലിയ ദൗത്യത്തെ ഓർത്ത്, ശുശ്രൂഷയെ ഓർത്ത് അതിരൂപതയുടെ ഒരു പ്രത്യേകമായിട്ട് നന്ദി പറയുകയാണ്. അതിലുപരിയായിട്ട് ഇങ്ങനെ ഒരു വലിയ നന്മ പ്രവൃത്തി അല്ലെങ്കിൽ ഈ കലാലയത്തിലെ സാറ് ഏറ്റവും കൂടുതൽ അധ്വാനിച്ച ഈ ക്ലാസ് റൂമോ ഈ ഓഡിറ്റോറിയമോ സാറിൻ്റെ ഓർമ്മ കൂടി നിലനിർത്തത്തക്ക രീതിയിൽ മോഡിഫൈ ചെയ്ത് ഒരു സ്മാർട്ട് ക്ലാസ് റൂം എന്നൊക്കെ നമ്മളിപ്പോൾ പറയുന്ന രീതിയിൽ അതിനെ രൂപപ്പെടുത്തുവാനായിട്ട് സാറിൻ്റെ കുടുംബം സന്നദ്ധത കാണിച്ചതിന് പ്രത്യേകമായിട്ട് ഞാൻ നന്ദി പറയുകയാണ്. സാറിൻ്റെ പ്രത്യേകിച്ച് ശ്രീമതി ജലജ എസ് പ്രഭയോട് ആദരവോടെ അതിരൂപതയുടെ പേരിൽ കൂടി ഞാൻ നന്ദി പറയുകയാണ്. ഈ വലിയൊരു ത്യാഗത്തിനും വലിയ സേവനത്തിനും കോളേജിനോട് കാണിച്ചിട്ടുള്ള താല്പര്യത്തിനുമെല്ലാം പ്രത്യേകമായിട്ട് അതിരൂപതയുടെ പേരിലും പിതാക്കന്മാരുടെ പേരിലുമെല്ലാം പ്രത്യേകമായിട്ട് ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. ഇനി ദീർഘമായിട്ട് ഞാൻ സംസാരിക്കണമെന്നില്ല. തീർച്ചയായിട്ടും ഇതിന് നേതൃത്വം കൊടുത്തത് ബഹുമാനപ്പെട്ട സിബി കുര്യൻ സാറാണ്. അല്ലെങ്കിൽ സാറിൻ്റെ ഇനീഷ്യേറ്റീവാണ് ഇങ്ങനെയൊരു കാര്യം യാഥാർത്ഥ്യമാക്കി തീർത്തത്. അപ്പോൾ അതിന് സാറും ഏതാനും ദിവസങ്ങൾ കഴിയുമ്പോൾ ഈ കലാലയത്തോട് ഔദ്യോഗികമായിട്ട് യാത്ര പറയുമെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. എങ്കിലും സാർ ഈ കലാലയത്തിലും അധ്യാപനത്തിലും ഇനിയും തുടരുമെന്നാണ് സാറ് തന്നെ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സാറിന് ഈ ഒരു വലിയ സംരംഭത്തിന് ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ 1 വർഷമാണ് HOD ആയിട്ടുണ്ടായിരുന്നതെങ്കിലും തൻ്റെ ആ ഒരു ഉത്തരവാദിത്വം ഏറ്റവും ശ്രേഷ്ഠമായ രീതിയിൽ പൂർത്തിയാക്കി ഔദ്യോഗികമായിട്ട് നമ്മളോട് വിട പറയുന്ന സിബി കുര്യൻ സാറിന് എല്ലാവരുടെയും പേരിൽ പ്രത്യേകമായിട്ട് ഒരിക്കൽ കൂടി ഞാൻ നന്ദി പറയുകയാണ്. ഏതാനും മീറ്റിങ്ങുകളിൽ ഓൾറെഡി സാറിനോടുള്ള ആദരവും സ്നേഹവും എല്ലാം പ്രകടിപ്പിച്ചതാണ്. എങ്കിൽ തന്നെയും ഒരിക്കൽ കൂടി സാറിന് നന്ദിയും ആദരവുമെല്ലാം സാറിനെയും അറിയിക്കുന്നു. ഒപ്പം നമ്മുടെ മുൻ പ്രിൻസിപ്പൽ ജേക്കബ് മാത്യു സാറും റിട്ടയർ ചെയ്യുകയാണെന്ന് അറിയാമല്ലോ. അപ്പോൾ സാറിനോടും സാറിൻ്റെ സാന്നിധ്യവും നമുക്ക് സന്തോഷം നൽകുന്ന കാര്യമാണ്. മുൻ അധ്യാപകരായിട്ടുള്ളവരുണ്ട്, ഇപ്പോഴത്തെ അധ്യാപകരുണ്ട്. പ്രത്യേകിച്ച് ഫിസിക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ അധ്യാപകരുടെ സഹകരണവും പ്രവർത്തനങ്ങളും എല്ലാമാണ് ഇതിനെ കൂടുതൽ സജീവമാക്കി തീർത്തിരിക്കുന്നത്, അവരുടെ സാന്നിധ്യം. അതുകൊണ്ട് ഈ ഡിപ്പാർട്ട്മെൻറ്റിലെ എല്ലാ അധ്യാപകരെയും മറ്റ് സഹപ്രവർത്തകരെയെല്ലാം പ്രത്യേകമായിട്ട് ഞാൻ അനുസ്മരിക്കുന്നു, അവർക്ക് നന്ദി പറയുകയാണ്. ഒപ്പം ഈ ഒരു സംരംഭത്തിന് അല്ലെങ്കിൽ ഇവിടെ സാറിനെ അനുസ്മരിച്ച് സംസാരിക്കുന്ന ഡോക്ടർ CC തോമസ് സാറിനെ ഞാൻ പ്രത്യേകമായിട്ട് സാറിൻ്റെ
തീർച്ചയായിട്ടും സാറിൻ്റെ ആരോഗ്യവും ബുദ്ധിമുട്ടുകളും ഉണ്ടെങ്കിൽ തന്നെയും സാറും ഇവിടെ സന്നിഹിതനായതിന് ഞാനും മാനേജർ എന്ന നിലയിൽ പ്രത്യേകമായിട്ട് സാറിനോടും ആദരവും സ്നേഹവും അറിയിക്കുകയാണ്. ഞാൻ പഠിച്ചിരുന്ന കാലത്തും സാർ ഇവിടെ ക്യാമ്പസിലുള്ളത് ഞാൻ കണ്ടിട്ടുണ്ട്. സാറിനെ എനിക്ക് സാറ് ക്ലാസ് എടുത്തിട്ടില്ല എങ്കിൽ തന്നെയും സാറിനെയും നന്ദിയോടെ ഞാൻ അനുസ്മരിച്ച് നിങ്ങൾക്കെല്ലാവർക്കും നല്ല ആശംസകൾ നേർന്ന് ഒരിക്കൽ കൂടി ഇന്ന് ഈ ഒരു നല്ല സംരംഭം മറ്റുള്ളവർക്കും മാതൃകയാകട്ടെ എന്ന് ആഗ്രഹിച്ചും പ്രാർത്ഥിച്ചും നിങ്ങൾക്കെല്ലാവർക്കും ആശംസകൾ നേർന്നും നമ്മുടെ ജനം COVID-19 പശ്ചാത്തലത്തിലോ അല്ലെങ്കിൽ ഇപ്പോൾ 21ൻ്റെ പശ്ചാത്തലത്തിലോ ഒക്കെ അനുഭവിക്കുന്ന വലിയ ദുരിതങ്ങൾ നമുക്കും മറ്റ് രീതിയിലൊന്നും നമുക്ക് സഹായിക്കാനോ ഒന്നും ചെയ്യാൻ സാധിക്കില്ലെങ്കിലും ഈ വേദന അനുഭവിക്കുന്ന എല്ലാവരെയും നമുക്ക് മനസ്സിൽ കരുതാം. കൂടെയുള്ളവർ മരിച്ചു പോയോ എന്ന് പോലും അറിയത്തില്ലാതെ കഴിയുന്ന ബന്ധുക്കളും മിത്രങ്ങളുമൊക്കെ ഉണ്ടാവാം. അല്ലെങ്കിൽ നമ്മൾ തന്നെ വളരെ കോൺക്രീറ്റ് ആയിട്ട് ഒരു കേസ് നമ്മൾ മാധ്യമങ്ങളിലൂടെ അറിഞ്ഞല്ലോ. സ്വന്തം മരിച്ച ഭാര്യയാണ് ഞാൻ ഹോസ്പിറ്റലുകളിലേക്ക് കയറി ഇറക്കുന്നതെന്ന് പോലും അറിയത്തില്ലാതെ ഇരുന്ന ഒരു ഭർത്താവിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി. അങ്ങനെ ധാരാളം പേര് വേദനിക്കുന്നുണ്ട്, ജീവൻ നഷ്ടപ്പെടുന്നുണ്ട്. അവരെയെല്ലാം നമുക്ക് അനുസ്മരിക്കാം, ആ കുടുംബങ്ങളെയെല്ലാം ഓർക്കാം, നമ്മുടെ നാടിന് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യാം, ഒരുമിച്ച് നിൽക്കാം, നമുക്ക് തന്നെ നമ്മുടെ കാര്യത്തിലും ജാഗ്രത പുലർത്താം എന്നെല്ലാം നിങ്ങളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. താങ്ക് യു വെരി മച്ച്. Thank you, Father. Let us move on to the inauguration of the auditorium. I request all the dignitaries to please go round for the inauguration. കോളേജിൻ്റെ ബർസാർ, വൈസ് പ്രിൻസിപ്പൽ എന്നീ നിലകളിൽ നിന്നും പ്രിൻസിപ്പലായി സ്ഥാനക്കയറ്റം ലഭിച്ച റജിയച്ചൻ ആദ്യമായിട്ടാണ് ഫിസിക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു ഔദ്യോഗിക ചടങ്ങിലേക്കായി കടന്നു വരുന്നത്. സ്നേഹപൂർവ്വം അച്ഛനെ ആശംസാ പ്രസംഗത്തിനായി ക്ഷണിക്കുന്നു. നമ്മുടെ കോളേജിൻ്റെ മാനേജർ പെരിയ ബഹുമാനപ്പെട്ട തോമസ് പാടിയത്തച്ഛൻ, നമ്മുടെ കോളേജിൻ്റെ മുൻ പ്രിൻസിപ്പൽ ഡോക്ടർ ജേക്കബ് മാത്യു സാർ, പ്രിയപ്പെട്ട പ്രൊഫസറിൻ്റെ പത്നി ജലജ എസ് പ്രഭ, സാറിനെ അനുസ്മരിക്കുവാനായി സാറിൻ്റെ തന്നെ ഉറ്റ സുഹൃത്തായി ഇവിടെ എത്തിയിരിക്കുന്ന CC തോമസ് സാർ, ഫിസിക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ HOD സിബി കുര്യൻ സാർ, നമ്മുടെ കോളേജിലെ വൈസ് പ്രിൻസിപ്പൽസ് ബഹുമാനപ്പെട്ട ജോസച്ച, ബെന്നി സാർ, കോളേജിൻ്റെ ബർസാർ മോഹനച്ച, SB കോളേജിൻ്റെ പൂർവ്വ അധ്യാപകരെ, ഫിസിക്സ് ഡിപ്പാർട്ട്മെൻറ്റിലെ മാത്രമേ ഇപ്പോൾ എത്തിയിട്ടുള്ളതെന്ന് തോന്നുന്നു, ഫിസിക്സ് ഡിപ്പാർട്ട്മെൻറ്റിലെ അധ്യാപകരെ, പ്രൊഫസറിൻ്റെ കുടുംബാംഗങ്ങൾ, അതുപോലെ സുഹൃത്തുക്കൾ, വിദ്യാർത്ഥികൾ, അങ്ങനെ പ്രൊഫസറുമായി ഏറെ അടുത്തു നിൽക്കുന്ന
എല്ലാ പ്രിയപ്പെട്ടവർക്കും കോളേജിൻ്റെ പേരിലുള്ള നമസ്കാരം അറിയിക്കുകയാണ്. ചങ്ങനാശ്ശേരി SB കോളേജ്, സെൻറ്റ് ബെർച്ച്മാൻസ് കോളേജ് എപ്പോഴും അതിൻ്റെ പേരും പെരുമയും നിലനിർത്തിയിരുന്നത് ഇവിടെയുള്ള പ്രഗത്ഭരായ അധ്യാപകരുടെയും പ്രശസ്തരായ വിദ്യാർത്ഥികളുടെയും പേരിലാണ്. നമ്മുടെ ഈ കോളേജിൽ നിന്നും റിട്ടയർ ചെയ്ത് ഇവിടെ ഇരിക്കുന്ന പല പ്രഗത്ഭരായ അധ്യാപകരും ഈ കോളേജിൻ്റെ പേരും പെരുമയും വളർത്തുന്നതിൽ നിർണായകമായ പങ്കുവഹിച്ചവരാണ്. അതുപോലെ തന്നെ നിത്യതയിലേക്ക് മൺമറഞ്ഞു പോയ പ്രഗത്ഭരായ പ്രശസ്തരായ അധ്യാപകരും നമുക്കുണ്ട്. അതുപോലെ ഇപ്പോഴും നമ്മുടെ കോളേജിൽ വളരെയധികം ശ്രേഷ്ഠമായ രീതിയിൽ അധ്യാപനം നിർവഹിക്കുന്ന അധ്യാപകരുമുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് പ്രശസ്തരായ വിദ്യാർത്ഥികൾ, പൂർവ്വ വിദ്യാർത്ഥികളും ഇപ്പോഴത്തെ നല്ല മികവുറ്റ വിദ്യാർത്ഥികൾ നമുക്കുണ്ട്. നിത്യതയിലേക്ക് വിളിക്കപ്പെട്ട അധ്യാപകരെക്കുറിച്ചുള്ള ചിന്തയിൽ ഏറ്റവും പ്രധാനം നമ്മുടെ മനസ്സിലേക്ക് വരിക വളരെ പ്രഗത്ഭരെ ഓർക്കുന്നതോടൊപ്പം തന്നെ സമീപകാലത്ത് നമ്മിൽ നിന്ന് വേർപിരിഞ്ഞു, അതായത് 2017 മാത്രം നിത്യതയിലേക്ക് വിളിക്കപ്പെട്ട പ്രിയപ്പെട്ട പ്രൊഫസറിനെ തന്നെയാണ്. സാറിനെ ഓർമ്മിക്കുക എന്ന് പറയുമ്പോൾ അധ്യാപകൻ എന്ന നിലയിൽ ഏതൊക്കെ കാര്യങ്ങളിലാണ് മികവുണ്ടാവേണ്ടത് എന്ന് നമ്മുടെ മാനേജരച്ഛൻ പറഞ്ഞു. പക്ഷേ ആ മികവ് കുട്ടികളിലേക്ക് പകർന്നു കൊടുക്കുന്നതിൽ സാറ് കാണിച്ച ഒരു വൈദഗ്ധ്യമുണ്ട്. ആ വൈദഗ്ധ്യത്തിൻ്റെ പേരിലാണ് വിദ്യാർത്ഥികൾ സാറിനെ എപ്പോഴും ഓർമ്മിക്കുന്നത് എന്ന് നമുക്കറിയാം. ഫിസിക്സ് അല്പം ഗഹനമായ വിഷയമാണ്, പക്ഷെ അത് ഏറ്റവും ലളിതമായ രീതിയിൽ വിദ്യാർത്ഥികളിലേക്ക് പകർന്നു കൊടുക്കുവാൻ സാറിന് സാധിച്ചു എന്നുള്ളതാണ് സാറിൻ്റെ ഏറ്റവും വലിയ വിജയം. അങ്ങനെയാണ് ഞാൻ ആ ക്ലാസ്സിൽ ഇരുന്നിട്ടുള്ള ആളല്ല, പക്ഷേ പലരും പറഞ്ഞ് ഞാൻ സാറിനെ കുറിച്ച് കേട്ടിരിക്കുന്നത് അങ്ങനെയാണ്. ഞാൻ ആർട്സ് സബ്ജക്ട്സ് പഠിപ്പിക്കുന്ന ആളും പഠിച്ചയാളും അതിൻ്റെ വ്യത്യാസം. പക്ഷേ ആ ഒരു വലിയ കാര്യം അതായത് ഏത് സ്ട്രീമിൽ നിന്ന് വന്നയാളിനും ഏറ്റവും ലളിതമായ രീതിയിൽ ഏറ്റവും നന്നായി മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ ലളിതമായി ആ വിഷയം കൈകാര്യം ചെയ്തു എന്നിടത്താണ് സാറിൻ്റെ അനശ്വരത നിലനിൽക്കുന്നത്. അതിനോട് ചേർത്തുകൊണ്ട് വൈകാരികമായി സാറിന് ഏറെ അടുപ്പമുണ്ടായിരുന്ന ഒരു ക്ലാസ് റൂം, അതായത് 32 എന്ന് നമ്മുടെ ഇവിടെ ഈ SB കോളേജിലൂടെ കടന്നുപോയവരുടെ എല്ലാം മനസ്സിൽ 32 എന്നുള്ള പേരിൽ 32 എന്ന പേരിലാണ് ഈ ക്ലാസ് റൂം അറിയപ്പെടുന്നത്. അപ്പോൾ വൈകാരികമായി ഏറെ അടുപ്പമുണ്ടായിരുന്നൊരു ക്ലാസ് റൂം, ആ ക്ലാസ് റൂം ഇന്ന് ഇത്രയും മികവാർന്ന രീതിയിൽ ഒന്ന് പുനരുദ്ധരിച്ചെടുക്കുവാൻ നമുക്ക് സാധിച്ചു. അതിന് കാരണഭൂതരായത് തീർച്ചയായും പ്രൊഫസറിൻ്റെ കുടുംബാംഗങ്ങളാണ്. അവരുടെ ഉദാര മനസ്കതയ്ക്ക് ഈ സന്ദർഭത്തിൽ കോളേജിൻ്റെ പേരിലുള്ള നന്ദി അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ ആശയത്തെ ആദ്യം ഒരാശയം രൂപപ്പെടുന്നത് എനിക്ക് തോന്നുന്നത് നമ്മുടെ മുൻ പ്രിൻസിപ്പൽ ജേക്കബ് മാത്യൂസ് സാറിൻ്റെയും അതുപോലെ തന്നെ സിബി കുര്യൻ, അതായത് ഫിസിക്സ് ഡിപ്പാർട്ട്മെൻറ്റിലെ സീനിയർ ടീച്ചേഴ്സ് ആയിരിക്കുന്നവരും എല്ലാ ഭാഗത്തു നിന്നാണെന്ന് തോന്നുന്നു. സിബി കുര്യൻ സാറും ജേക്കബ് മാത്യൂസ് സാറും ഒക്കെ പ്രത്യേകമായിട്ട് ആലോചിച്ചാണ് ഈ ഒരു രീതിയിലേക്ക് ആശയത്തിലേക്ക് വന്നത് എന്ന് ഞാൻ അറിയുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് മുൻകൈയെടുത്ത അവരെയും നന്ദിയോടെ നമ്മൾ ഓർമ്മിക്കുന്നുണ്ട് ഈ സന്ദർഭത്തിൽ. കാരണം ഇത് നമ്മുടെ കോളേജിനെ സംബന്ധിച്ചിടത്തോളം ഇവിടം കൊണ്ട് അവസാനിക്കേണ്ട ഒന്നല്ല എന്നാണ് ഇതിനു മുമ്പുള്ള സംസാരത്തിലാണെങ്കിലും നമ്മൾ പലപ്പോഴും പറഞ്ഞത്. അതായത് ഒരു കാര്യം, ഇത് നമ്മൾ പല രീതിയിൽ നമ്മുടെ പൂർവ്വ അധ്യാപകരെ നമ്മുടെ ഈ മഹത്തായ കലാലയത്തിന് ഉപയോഗിക്കാനാവും. അതായത് അവരുടെ ബൗദ്ധികമായ അനുഭവ പരിചയമുണ്ട്. ആ അനുഭവ പരിചയം ഏതൊക്കെ രീതിയിലാണ് നമ്മുടെ ഈ കലാലയത്തിൽ, പ്രത്യേകിച്ചും ഗവേഷണ രംഗത്ത് മികവ് പുലർത്തിയ പല അധ്യാപകരും ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത്ര കാര്യമായിട്ടൊന്നും ഇടപെടാൻ സ്പേസ് ഇല്ലാതിരിക്കുന്നൊരു സന്ദർഭമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഏതൊക്കെ രീതിയിൽ അതിനെയും ആ അധ്യാപകരുടെയും മികവിനെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും എന്ന് നമ്മൾ ഗൗരവത്തോടെ ആലോചിക്കണം. അതുപോലെ തന്നെ ഇതുപോലുള്ള നമുക്കറിയാം നമ്മുടെ കോളേജ് സെൻറ്റിനറി ആഘോഷിക്കുന്ന കാലമാണിത്. ഇപ്പം ഈ 100ാം വർഷത്തിലേക്ക് കിടക്കുമ്പോൾ അത് ഒരു പരിധി വരെ നമ്മുടെ വലിയൊരു കാര്യമാണ്, നമ്മുടെ കോളേജിനെ സംബന്ധിച്ചോളം വലിയൊരു അച്ചീവ്മെൻറ്റാണ്. അതോടൊപ്പം തന്നെ നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യം കൂടിയുണ്ട്. അതായത് നമ്മുടെ പല കെട്ടിടങ്ങളും അതിൻ്റെ അന്നത്തെ കാലത്തെ ഏറ്റവും മികച്ച രീതിയിൽ നിർമ്മിച്ചതാണ്. അതുകൊണ്ട് തന്നെ കെട്ടിടങ്ങൾക്കൊന്നും അതിൻ്റെ സ്ട്രക്ചറൽ ഇതിനകത്ത് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ അതിനകത്ത് ഉണ്ടാകേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ പലതും നമുക്ക് പല രീതിയിൽ വികസിപ്പിച്ചെടുക്കേണ്ടതുണ്ട്. അപ്പോൾ അതിന് നമ്മുടെ കോളേജിലെ അധ്യാപകർക്ക്, പ്രത്യേകിച്ചും റിട്ടയർഡ് ആയിട്ടുള്ള ടീച്ചേഴ്സിനും ആ രീതിയിലൊക്കെ ഒത്തിരിയേറെ ഇടപെടാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സെൻറ്റിനറി വർഷം നമുക്ക് പറ്റുന്ന രീതിയിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി നമുക്ക് പലരുടെയും കൺസെൻസസോടുകൂടി അല്ലെങ്കിൽ പലരുടെയും ഇനീഷ്യേറ്റീവിൽ പല ഡിപ്പാർട്ട്മെൻറ്റുകളിൽ സാധിക്കുകയാണ് എങ്കിൽ
വളരെ വലിയ കാര്യമായിരിക്കും. ഈ സന്ദർഭത്തിൽ ഇതിന് മുൻകൈ എടുത്ത എല്ലാവരെയും, പ്രത്യേകിച്ചും ഫിസിക്സ് ഡിപ്പാർട്ട്മെൻറ്റിനെ ഈ സന്ദർഭത്തിൽ പ്രത്യേകം അനുമോദിക്കുകയാണ്. അതിനു വേണ്ടിയിട്ട് ഏറ്റവും സവിശേഷമായ രീതിയിൽ നേതൃത്വം കൊടുത്ത സിബി കുര്യൻ സാറിന് പ്രത്യേകം അഭിനന്ദനം അറിയിക്കുകയാണ്. പിന്നെ ഈ വലിയ മനസ്സ് കാണിച്ച പ്രൊഫസറിൻ്റെ കുടുംബത്തിന് പ്രത്യേകം നന്ദി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. Thank you, Father Principal. Next, for the felicitation, I invite Dr. Jacob Matthew, former principal and Prabha's own student. ഏറ്റവും ആദരണീയനായ കോളേജിൻ്റെ പേട്രൺ മാർ ജോസഫ് പെരുന്തോട്ടം, കോളേജിൻ്റെ മാനേജർ നമ്മുടെ പ്രിയങ്കരനുമായ പാടിയത്തച്ച, കോളേജിൻ്റെ പ്രിൻസിപ്പൽ ഫാദർ റെജി, ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ് ഡോക്ടർ സിബി, പ്രൊഫസറിൻ്റെ സുഹൃത്തും ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ് ആയിരുന്ന, ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ് ആയിരുന്ന പ്രൊഫസർ സി തോമസ്, സെൻറ്റ് ബെർക്ക്മാൻസ് ഫിസിക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മുൻ HOD-മാരായ KC ജോർജ് സാറ്, ഡിപ്പാർട്ട്മെൻറ്റിലെ മറ്റുള്ള ഫാക്കൽറ്റി മെമ്പേഴ്സ്, പ്രൊഫസറിൻ്റെ സുഹൃത്തുക്കളെ, യൂട്യൂബിൽ കൂടെ ഈ പ്രോഗ്രാം വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഇൻവൈറ്റഡ് ആയിട്ടുള്ള അതിഥികളെ, പ്രൊഫസറിനെ ഏറ്റവും അധികം അറിയുന്ന ഒരു ചെറിയ സമൂഹത്തിൽ പ്രൊഫസറിനെ പറ്റി പറയുക എന്നുള്ളത് തീർച്ചയായിട്ടും ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇവിടെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഇവിടെ കൂട്ടിച്ചേർത്തുകൊണ്ട് എൻ്റെ അനുഭവത്തിലുള്ള പ്രൊഫസറിനെ പറ്റി ഒന്ന് രണ്ട് വാക്കുകൾ ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നു. അതിനു മുമ്പായിട്ട് എന്നെ ഈ യോഗത്തിലേക്ക് വിളിച്ച ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ് പ്രൊഫസർ സിബി സാറിനുള്ള പ്രത്യേക നന്ദിയും ഞാൻ ഇവിടെ അറിയിക്കട്ടെ. പ്രൊഫസറിനെ പറ്റി പറഞ്ഞ പല കാര്യങ്ങളിലും ഉൾക്കൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം പ്രൊഫസർ ഒരു മനുഷ്യസ്നേഹിയായിരുന്നു എന്നുള്ളതാണ്. ആ ഒരു മനുഷ്യസ്നേഹത്തിൻ്റെ വിവിധ തലത്തിൽ ഉള്ള കാര്യങ്ങളാണ് ഇവിടെ പങ്കുവെക്കപ്പെട്ടത്. തീർച്ചയായിട്ടും പ്രൊഫസറിൻ്റെ ആ മനുഷ്യസ്നേഹം അനുഭവിച്ചിട്ടുള്ള ആ വ്യക്തികൾ തന്നെയാണ് ഇവിടെ ഇരിക്കുന്നതെന്ന് ഞാനറിയാം. ഞാനും അത് അനുഭവിച്ചിട്ടുള്ളൊരു ആളാണ്. പല തലത്തിലും ഒരു വിദ്യാർത്ഥിയായിട്ടും അതുപോലെ തന്നെ ഒരു സഹപ്രവർത്തകനായിട്ടും പ്രൊഫസറിൻ്റെ ആ സ്നേഹം ഞാൻ അനുഭവിച്ച വ്യക്തിയാണ്. അതുകൊണ്ട് പ്രൊഫസറിനെ ഞാൻ നന്ദിയോടെ ഓർക്കുന്നു. ഞാൻ ശരിക്കും ഇന്നലെ ഈ ഒരു പരിപാടിയിലേക്ക് കാഷ്വലായിട്ട് ആലോചിച്ചപ്പം പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വന്ന ഒരു മുഖമാണ് അത് CC തോമസ് സാറിൻ്റെ. അത് പക്ഷേ ഇന്ന് രാവിലെ ഞാൻ അറിഞ്ഞില്ല CC തോമസ് സാർ ഇവിടെ എത്തുമെന്നുള്ളത് അറിഞ്ഞില്ല. പക്ഷേ വളരെ സർപ്രൈസിങ് ആയിട്ട് സാർ ഇന്ന് ഇവിടെ ഉണ്ട്. അപ്പോൾ എനിക്ക് വളരെ അതിശയം തോന്നി. കാരണം ഞാൻ ഇവരുടെ ഒരു ജീവിതം, ഈ പ്രൊഫസറിൻ്റെ ജീവിതം എനിക്ക് തോന്നുന്നത് സാറിൻ്റെ തുടക്കം മുതൽ അറിയുന്ന വ്യക്തികളെന്നുള്ളത് ഒന്ന് CC തോമസ് സാറിന് അറിയാം. പിന്നെ ഇവിടെ അറിയാവുന്ന വളരെ ചുരുക്കം ആൾക്കാരേ ഉള്ളൂ. ആ കൂട്ടത്തിൽ ഒരു വ്യക്തിയും കൂടെയാണ് ഞാൻ. കാരണം പ്രൊഫസർ ഇവിടെ നമ്മുടെ ബോട്ടണി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഗാർഡനിൽ താമസം തുടങ്ങുന്ന ഒരു കാലം തൊട്ട് ഞാൻ ഓർക്കുന്നുണ്ട്. ഞാനിവിടെ സ്റ്റുഡൻ്റ് അല്ലായിരുന്നു എങ്കിൽ പോലും എനിക്ക് ആ കാലഘട്ടത്തെപ്പറ്റി അറിയാം. അന്ന് മുതലുള്ള ഒരു വ്യക്തിബന്ധം CC തോമസ് സാറും പ്രൊഫസറും തമ്മിൽ തുടങ്ങിയതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുക. സാറ് ശരിക്കും സാറിന് ഇവിടെ അപ്പോയിൻ്റ് ചെയ്ത മാനേജ്മെൻറ്റിനോട് എൻ്റെ തീരുമാനത്തിനോട് 100% നീതി പുലർത്തിയൊരു അധ്യാപകനായിരുന്നു നമ്മൾ പറയുന്നതിൽ സംശയമില്ല. കാരണം അദ്ദേഹത്തിൻ്റെ എന്തിനാണോ തിരഞ്ഞെടുക്കപ്പെട്ടത് അത് 100% പൂർണ്ണമായിട്ടും തൻ്റെ കഴിവ് വിനിയോഗിച്ച് തലമുറകൾക്ക് ഫിസിക്സിലേക്കും അതിനതീതമായിട്ടുള്ളൊരു തലത്തിലേക്കും വളർത്തിക്കൊണ്ടുവന്ന ഒരു അധ്യാപകനാണ്. ഞാനും സാറിൻ്റെ ഒരു വിദ്യാർത്ഥിയായിട്ട് ഈ ക്ലാസ് റൂമിൽ ഇരുന്ന് പഠിച്ചിട്ടുള്ളതാണ്. പിന്നെ എൻ്റെ വേറൊരു ബന്ധം, ഞാനിവിടെ ജോയിൻ ചെയ്തപ്പം എനിക്ക് അസൈൻ ചെയ്ത പേപ്പർ സാറ് എടുത്തുകൊണ്ടിരുന്ന പേപ്പർ തന്നെയാണ്. സാർ അതിന് ശേഷമാണ് PG ലെവലിൽ ഇലക്ട്രോ മാഗ്നറ്റിസം വിട്ടത്. ഇലക്ട്രിസിറ്റി മാഗ്നറ്റിസം ഗ്രാജുവേറ്റ് തലത്തിൽ അദ്ദേഹം കൈകാര്യം ചെയ്തെങ്കിൽ PG തലത്തിൽ ഇലക്ട്രോ മാഗ്നറ്റിസമായിരുന്നു സാറ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. ആ ഒരു പേപ്പറാണ് എനിക്ക് അത് എടുക്കാനായിട്ട് എന്നെ അസൈൻ ചെയ്തത്. അപ്പോൾ അങ്ങനെ ഒരു ബന്ധം ഞാൻ ഇന്നും പ്രൊഫസറുമായിട്ട് ഓർക്കുന്നുണ്ട്.
വളരെ ഞങ്ങൾക്കൊക്കെ എന്തെങ്കിലുമൊക്കെ സംശയം ഇലക്ട്രിസിറ്റിയും മാഗ്നറ്റിസമായിട്ട് ഉണ്ടെങ്കിൽ ഓടിച്ചെല്ലുന്നത് സാറിൻ്റെ ഇരിക്കില്ല. സാറ് പറഞ്ഞാൽ അത് തീർന്നു, അതാണ് അതിൻ്റെ ലാസ്റ്റ് വേർഡ്. അപ്പം നമുക്കെല്ലാം ആ കാര്യങ്ങളൊക്കെ ഒരുവിധപ്പെട്ടവർക്കെല്ലാം അറിയാവുന്നതുമാണ്. അതുപോലെ തന്നെ സാറിൻ്റെ ഞാൻ കണ്ടിരിക്കുന്ന അടുത്തൊരു ഗുണം, തൻ്റെ കുടുംബത്തിനെ ഇത്രയധികം സ്നേഹിച്ചിരുന്ന ഒരു അപ്പൻ. അത് ഞാൻ മാറി നിന്ന് ഒത്തിരി, ഞാൻ സാറ് പറയുന്ന പോലെ ഞാൻ സാറിൻ്റെ വീട്ടിൽ അധികം ഞാൻ പോയിട്ടില്ല, പക്ഷേ ഇത് ഞാൻ മാറി നിന്ന് കണ്ടിട്ടുള്ളൊരു കാര്യം. ഇത്രയും ഈ മക്കളെ ഇത്രയും സ്നേഹിക്കുന്ന, തൻ്റെ കുടുംബത്തെ ഇത്രയും സ്നേഹിക്കുന്ന ഒരു വ്യക്തി. കിരണും പ്രവീണും ഒക്കെ വളരെ ഈ ഫിസിക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു പാട്ടാണ് അവർ. ഞാൻ ഇന്നും ഓർക്കുന്നത്, എനിക്ക് തോന്നുന്ന പ്രവീണല്ലേ മൂത്ത ആൾ. പ്രവീണിനെ സാറ് ഫിസിക്സിൽ കൂടെ തന്നെ നടത്തിക്കൊണ്ട് വന്ന, കൈപിടിച്ച് നടത്തിയൊരു സാറാണ് ഈ പ്രവീണിൻ്റെ ഓരോ കാലഘട്ടത്തിലും പറ്റിയ പ്രോബ്ലംസ് കൊടുത്ത് കൊണ്ടുവന്നിട്ടാണ് പ്രവീണിലൂടെ സാറ് ഒത്തിരി എക്സ്പെരിമെൻ്റ് ചെയ്തതായിട്ട് എനിക്കറിയാം. കാരണം മേടിച്ചു കൊടുക്കുന്ന പുസ്തകങ്ങൾ, അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഡിപ്പാർട്ട്മെൻറ്റിൽ ഷെയർ ചെയ്യുന്നത് ഞാൻ ഇന്ന് ഓർക്കുന്നുണ്ട്. അത് മിടുക്കനായിട്ട് പ്രവീൺ അങ്ങനെ പോയി. അതിന് പുറകെ വന്നതാണ് കിരൺ ഇളയവനായതുകൊണ്ട് കുറച്ചൊരു സ്നേഹം വ്യത്യസ്ത രീതിയിലായിരുന്നു കിരണോടുണ്ടെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുക. അതിനൊരു ചെറിയൊരു എക്സാമ്പിൾ എൻ്റെ മെമ്മറിയിൽ നിൽക്കുന്നത്, സാറ് പൊതുവെ ഇവിടെ പറഞ്ഞതുപോലെ സാറ് ഒരു ഭക്ഷണപ്രിയനാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സാറ് എന്തൊക്കെ ബുദ്ധിമുട്ടുകളും എന്തൊക്കെ ഉണ്ടെങ്കിലും തിരിച്ച് വീട്ടിൽ പോകുമ്പോൾ കിരണ് വേണ്ടി എന്തെങ്കിലും മേടിച്ചുകൊണ്ട് പോകാതെ പോകുന്ന ഒരു ദിവസം ഉണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. അങ്ങനെ കാരണം ജലജ ചേച്ചി ഇവിടെ ഇല്ല, ജോലിക്ക് പോകുന്നു. സാറാണ് ഈ കിരൺ ക്ലാസ്സിൽ നിന്നൊക്കെ വരുമ്പോഴത്തേക്ക് അറ്റൻഡ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ ഒരു പ്രത്യേക ശ്രദ്ധ ഈ കോളേജിൻ്റെ ഉത്തരവാദിത്വത്തിൻ്റെ ഇടയ്ക്കും ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ട് ഞാൻ മാറി നിന്ന് ഞാൻ കണ്ടിട്ടുള്ളൂ. അതൊക്കെ എൻ്റെ മനസ്സിലേക്ക് ഇപ്പം കടന്നു വരുന്നു. അതുപോലെ തന്നെ സാറിനെ പറ്റി പല കാര്യങ്ങളും ഇവിടെ പങ്കുവെക്കുന്നുണ്ടാവും, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. എങ്കിലും നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ എന്തൊക്കെ കഥകൾ വരുന്നുണ്ടോ ആ കഥകളിലൊക്കെ ഒരു പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് നമ്മുടെ പ്രൊഫസറായിരിക്കും. സാറ് ഒരിക്കലും ദേഷ്യപ്പെടാറില്ല. ഏതൊക്കെ രീതിയിൽ സാറിനെ നമ്മളെ ട്രിഗർ ചെയ്യാൻ ശ്രമിച്ചാലും സാർ അതെല്ലാം തന്നെ ഇങ്ങനെ കേട്ട് ചിരിച്ച് അങ്ങനെ പോവും. പക്ഷേ സാറിനെ ഞങ്ങൾ കുറച്ചൊക്കെ ഉപദേശിക്കാനൊക്കെ നോക്കി. സാർ ആരോഗ്യം ശ്രദ്ധിക്കാത്ത ഒരു വ്യക്തിയായിരുന്നു. അവസാനമൊക്കെയാണ് സാർ ആ ആരോഗ്യത്തിൻ്റെ ഒരു വില മനസ്സിലായി വന്നു. പക്ഷേ അപ്പോഴത്തേക്കും സാറിൻ്റെ ആ ഒരു ശരീരം ശരിക്കും പതിയെ സാറിനെ ചലഞ്ച് ചെയ്യാൻ തുടങ്ങി എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവസാന സമയങ്ങളിലൊക്കെ സാറിന് ക്ലാസ് എടുക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടായിരുന്നു. അത് സാറ് അതിലാണ് സാറിന് അല്പം ഒരു ശ്രദ്ധക്കുറവ് വന്ന് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നു. പരമാവധി ഡിപ്പാർട്ട്മെൻറ്റ് സാറിനെ നല്ല ആരോഗ്യത്തോടെ ഇരിക്കണമെന്നൊക്കെയുള്ള ഒരു ശ്രദ്ധ ഞങ്ങൾ കൊടുത്തിരുന്നു. പക്ഷേ എങ്കിലും അന്നേരത്തേക്ക് സാറിൻ്റെ ആരോഗ്യം, പ്രത്യേകിച്ച് ഇവിടെ നല്ല സ്വരത്തിനുടമയായ സാറ്, നല്ല ക്ലാസ്സിൽ നല്ല ഉച്ചത്തിൽ പഠിപ്പിക്കുന്ന വ്യക്തമായ സൗണ്ടുള്ള സാറ്, പക്ഷേ സാറിൻ്റെ ലങ്സ് പതിയെ അതിൻ്റെ ക്ഷീണം കാണിച്ചു തുടങ്ങിയിരുന്നു. ഇതും ഞാൻ ഇന്ന് ഓർക്കുന്നു. ഏതായാലും സാറ്, ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ആ കാര്യം തന്നെയാണ് പറഞ്ഞത്. സാറിനെ പറ്റി എല്ലാം അറിയാവുന്ന നിങ്ങളോട് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. പക്ഷേ സാറ് തികച്ച ഒരു മനുഷ്യ സ്നേഹിയായിരുന്നു. അത് ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇനി വരുന്ന തലമുറയും സാറിൻ്റെ ആ ഒരു സബ്ജക്റ്റിനോടുള്ള താല്പര്യം കാലങ്ങളോളം നിലനിൽക്കാനായിട്ട് ഈ ഒരു രീതിയിൽ ആ കുടുംബം സെൻറ്റ് ബെർച്ച്മാൻസ് കോളേജ് മാനേജ്മെൻറ്റിൻ്റെ സഹകരണത്തോടെ ആരംഭിച്ചതിനുള്ള നന്ദി ഞാനിവിടെ എടുത്തു പറയുന്നു. കാരണം ഇനിയുള്ള തലമുറയിൽ പ്രൊഫസർ ജീവിക്കണം എന്നുള്ളൊരാഗ്രഹം, ഇതിൽ കൂടുതൽ എന്താണ് തങ്ങളുടെ അപ്പായ്ക്ക് വേണ്ടി തിരിച്ചു കൊടുക്കാനുള്ളത് എന്ന് ഒന്നുമില്ല. കാരണം അത് പറ്റും നല്ലത് തന്നെ. കാരണം സാറിൻ്റെ കുടുംബത്തിൽ നിന്ന് അങ്ങനെ വരത്തുള്ളൂ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആ മക്കളെ ആ നന്മ തിരിച്ചറിയുന്ന ഒരു നിമിഷമാണ് ഇത്. ആ നിമിഷത്തിലേക്ക് കൊണ്ടുവരാൻ ചെറിയൊരു കാരണം ഞാനായി എന്നിവിടെ പറഞ്ഞത് ഞാൻ മനസ്സിലാക്കുന്നു. അതിനുള്ള സന്തോഷം എൻ്റെ മനസ്സിലുണ്ട്. പക്ഷേ അത് അങ്ങനെ ആക്കിയതിൽ വേറെ ഒത്തിരി ആൾക്കുകൾ സഹകരിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഫിസിക്സ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റും സാറിനോടുള്ള സഹപ്രവർത്തകരും ഇവിടുത്തെ കോളേജിലെ മാനേജ്മെൻറ്റ്, അതിൽ പ്രത്യേകിച്ച് നമ്മുടെ
മോഹനച്ചന്, അതിന് ഇപ്പോഴത്തെ മാനേജ്മെൻറ്റ് ടീമിനെ ലീഡ് ചെയ്യുന്ന നമ്മുടെ പ്രിൻസിപ്പളായ റെജി അച്ഛന്. ഞാൻ ജസ്റ്റ് ഒരു കാര്യം മാത്രം എൻ്റെ പറയാൻ ഉദ്ദേശിച്ച, സാറിനെ പറ്റി ഞാൻ പറയാൻ ഉദ്ദേശിച്ച എല്ലാ ഈ വാക്കുകളിലുണ്ട് ഈ ഒരു പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട്. ടീച്ചേഴ്സിനെ പറ്റി ഒത്തിരി കാര്യങ്ങൾ പറയുന്നു, അച്ഛൻ പറഞ്ഞോടൊപ്പം തന്നെ കൂട്ടിച്ചേർത്തുകൊണ്ട്, ടീച്ചേഴ്സ് അഫക്റ്റ് എറ്റേണിറ്റി, നോ വൺ ക്യാൻ ടെൽ വേർ ദെയർ ഇൻഫ്ലുവൻസ് സ്റ്റോപ്സ്. ഈ ഒരു ഇലക്ട്രിസിറ്റി ആൻഡ് മാഗ്നറ്റിസത്തെ പറ്റി ഇവിടെ സാറിൻ്റെ കൈപ്പടയിൽ എഴുതിയിരിക്കുന്ന, അത് വായിക്കുന്ന സമർത്ഥരായ ഏത് കുട്ടിക്കും സാറിനെ പറ്റിയുള്ളൊരു കാഴ്ചപ്പാട് മനസ്സിൽ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ നോട്ട് എൻ്റെ കയ്യിലും ഉണ്ട്, സാറിൻ്റെ ഒരു നോട്ട്. അതുപോലെ തന്നെ സാർ എനിക്ക് എഴുതി തന്ന ക്വസ്റ്റ്യൻ പേപ്പർ ഇതുപോലെ തന്നെ ഞാൻ ഫയൽ ചെയ്ത് വെച്ചിട്ടുണ്ട്, ഇതുപോലെ തന്നെ വെച്ചിട്ടുണ്ട്. കാരണം സാറ് ആ കാലഘട്ടത്തിൽ ഒരിക്കലും ടൈപ്പ് ചെയ്ത് തരത്തില്ല. സാറ് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നമുക്ക് എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ അത് വളരെ വ്യക്തമായിട്ട് എഴുതി കൈക്കൊണ്ട് തരും. അതുപോലെ തന്നെ സാറിൻ്റെ എനിക്ക് എടുത്തു പറയാനുള്ള ഒരു പ്രത്യേക ശ്രദ്ധ, സാർ ആൻസർ പേപ്പർ വാല്യൂ ചെയ്തിട്ട് തിരിച്ചു കൊടുക്കുന്ന ഒരു രീതി കറക്റ്റായിട്ട് മടക്കി, ലെങ്ത് വൈസ് മടക്കി മാർക്ക് കാണിക്കത്തക്ക രീതിയിൽ കുട്ടികളിൽ കൊടുക്കും. ഞാനിത് സാറിനോട് വളരെ സ്വകാര്യമായിട്ട് ചോദിച്ചപ്പം എനിക്ക് തോന്നുന്നത് സാറിൻ്റെ റോൾ മോഡൽ സാറിൻ്റെ ഫാദറാണ്, സാറിൻ്റെ പിതാവാണ് സാറിൻ്റെ റോൾ മോഡൽ. വളരെ കൃത്യനിഷ്ഠയുള്ള ഒരാളായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എൻ്റെ പിതാവ് എങ്ങനെയാണോ ക്ലാസ്സിൽ കുട്ടികൾക്ക് ആൻസർ പേപ്പർ തിരിച്ചു കൊടുക്കുന്നത്, ഞാൻ അതേ രീതിയിൽ തന്നെ ഞാൻ കൊടുക്കാൻ ശ്രമിക്കുന്നു. അതാണ് എന്നെ ഇങ്ങനെ ആക്കി തീർത്തെന്ന് സാർ എന്നോട് പറയാറുണ്ട്. സോ ഇതൊക്കെ മാറി നിന്ന് എനിക്ക് മനസ്സിലായ ചില കാര്യങ്ങളാണ്. പ്രൊഫസർ സാറിൻ്റെ ഓർമ്മ നമ്മുടെ മനസ്സിൽ എന്നും ഇനി വരുന്ന തലമുറയിൽ നിലനിൽക്കട്ടെ. ഇതിനെല്ലാം സഹകരിച്ച എല്ലാവരോടും ഞാൻ ഒരിക്കൽ കൂടി ഞാൻ ആ ഒരു കപ്പാസിറ്റിയിൽ ഇരുന്നതുകൊണ്ട് നന്ദി പറയുന്നു. പ്രത്യേകിച്ച് മാനേജ്മെൻറ്റിനോടും പ്രൊഫസർ സാറിൻ്റെ കുടുംബത്തോടും നന്ദി, നമസ്കാരം. താങ്ക് യു വെരി മച്ച് ജേക്കബ് മാത്യു സർ. കൂടുതൽ ആമുഖങ്ങളൊന്നുമില്ലാതെ പ്രിയപ്പെട്ട ജലജ ചേച്ചിയെ ക്ഷണിക്കുന്നു. ഇന്നിവിടെ എത്തിച്ചേരാമെന്ന് പറഞ്ഞ റവറൻ ഡോക്ടർ ജോസഫ് പെരുന്തോട്ടം, ബഹുമാനപ്പെട്ട അതിരൂപതയുടെ ആർച്ച് ബിഷപ്പ്, അതുപോലെ എനിക്ക് മുമ്പ് ഇവിടെ സംസാരിച്ച ബഹുമാനപ്പെട്ട മാനേജർ അച്ഛൻ, ഇവിടുത്തെ ആശംസകൾ അർപ്പിച്ച ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ, മുൻ പ്രിൻസിപ്പൽ ജേക്കബ് മാത്യു സാർ, പ്രൊഫസറിനെ പറ്റി സംസാരിക്കാനായിട്ട് ഇവിടെ എത്തിയിട്ടുള്ള സി തോമസ് സാർ, അതുപോലെ ക്ലാസ് എടുക്കാമെന്ന് ഏറ്റിട്ടുള്ള ജോസ് മാത്യു സാർ, ഇവിടെ സദസ്സിൽ എത്തിച്ചേർന്ന ഓരോരുത്തരും, ഇതിനെല്ലാം ഉപരിയായി ഈ ഹാളിൽ ഇന്നിവിടെ അദൃശ്യ സാന്നിധ്യമായി നിൽക്കുന്ന പ്രൊഫസർ, അത്യധികം സന്തോഷത്തോടാണ് ഞാനിവിടെ നിൽക്കുന്നതെന്ന് എനിക്ക് പറയാൻ കഴിയില്ല. അതുപോലെ തന്നെ വളരെ വിഷമത്തോടും കൂടിയാണ് ഞാനിവിടെ നിൽക്കുന്നതെന്ന് എനിക്ക് പറയാൻ കഴിയില്ല. എനിക്കിന്നിവിടെ പറയാൻ കഴിയുന്നത് തികഞ്ഞ ചാരിതാർത്ഥ്യത്തോടു കൂടിയാണ് ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത്. പ്രൊഫസറിന് വേണ്ടി എന്തോ ചെയ്തു എന്ന ഒരു സംതൃപ്തി ഇന്ന് എനിക്കുണ്ട്. ഒരു പക്ഷേ അന്ത്യനിമിഷത്തിൽ പോലും അടുത്തുണ്ടായിരുന്നതല്ല ഞാൻ. അതുകൊണ്ട് തന്നെ എന്തോ ഒന്നും ചെയ്തില്ല എന്നൊരു തോന്നൽ എനിക്കുണ്ടായിരുന്നു. ഇന്നെനിക്ക് തികഞ്ഞ സംതൃപ്തിയാണ് തോന്നുന്നത്. തീർച്ചയായിട്ടും ഞാൻ പ്രൊഫസറിന് വേണ്ടി വരും തലമുറകൾ കൂടി അദ്ദേഹത്തെ അറിയുവാൻ വേണ്ടി എന്തോ ഞാനും എൻ്റെ കുടുംബവും ചെയ്തെന്നൊരു ബോധം ഇന്നെനിക്കുണ്ട്. പ്രൊഫസറിനെ പറ്റി പറയുകയാണെങ്കിൽ ഇവിടെ ഓരോരുത്തരും പറയുന്നത് അല്ലാതെ തികച്ചും വ്യത്യസ്തമായിട്ട് കുറച്ച് കാര്യങ്ങളാകുമല്ലോ എനിക്ക് പറയാനുള്ളത്. എനിക്ക് അതിലേറ്റവും ഓർക്കാനുള്ളത് അദ്ദേഹത്തിൻ്റെ സിംപ്ലിസിറ്റിയാണ്. അത് വീട്ടിലായാലും ഏത് കാര്യങ്ങളിലാണെങ്കിലും
ആരോട് തന്നെക്കാട്ടിൽ ജോലിയിലോ മറ്റോ ഉയർന്നവരോടോ താഴ്ന്നവരോടോ എന്ന് വ്യത്യാസമില്ലാതെ വളരെ സ്നേഹപൂർവ്വം സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്. പിന്നെ എനിക്ക് ഭയങ്കര അതിശയം തോന്നുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, വളരെ സംതൃപ്തമായ ഒരു ജീവിതമാണ് അദ്ദേഹം നയിച്ചതെന്നുള്ളതാണ്. പലപ്പോഴും എന്നോട് പറയും, എനിക്ക് വളരെ സന്തോഷമാണ്, ജീവിതത്തിൽ ഭയങ്കര സംതൃപ്തിയാണ്. കാരണം ഞാൻ ഉദ്ദേശിച്ച പെണ്ണിനെ കിട്ടി, ഞാൻ ഉദ്ദേശിച്ച ജോലി എനിക്ക് കിട്ടി, ഞാൻ ഉദ്ദേശിച്ച പോലെ എൻ്റെ മക്കളെ വളർത്തി, എനിക്കതുപോലെ ആ മക്കളെ എത്തിച്ചേർക്കാൻ പറ്റി, പിന്നെ എനിക്കെന്തിനാ വിഷമം എന്ന് ചോദിക്കുമ്പോഴൊക്കെ ഞാൻ ഓർക്കും, ഇത്ര സന്തോഷമായിട്ട് ഒരു മനുഷ്യന് ഇരിക്കാൻ പറ്റുമോ എന്ന്. എന്നെ സംബന്ധിച്ച് ഞാൻ കിട്ടാത്ത ഓരോന്നിനെ പറ്റി ആലോചിക്കുന്ന കൂട്ടത്തിലാണ്. അപ്പോൾ എന്തൊക്കെയുണ്ടോ അതെല്ലാം വളരെ സംതൃപ്തമാണ്. പുള്ളിക്ക് കിട്ടിയതെല്ലാം വളരെ സന്തോഷം, ഇനി ഒന്നും നേടാൻ ഇല്ല എന്നൊരു ചിന്തയായിരുന്നു. പക്ഷേ അത് പലപ്പോഴും അതൊരു നല്ല ചിന്തയാണോ, ഒരു ജീവിതത്തിൽ ഇനിയൊന്നും നേടാനില്ല എന്ന് ചിന്തിക്കുന്നത് നല്ലതാണോ എന്ന് എനിക്ക് അറിയില്ല. ഇപ്പോൾ തന്നെ രാവിലെ ഇവിടെ ടോമി സാറ് സംസാരിച്ചപ്പോൾ പറഞ്ഞു, നല്ലപോലെ പാടുമായിരുന്ന അദ്ദേഹം, ടോമി സാറ് വീട്ടിൽ വന്ന് ശ്യാമസുന്ദര പുഷ്പമേ എന്ന ഗാനം അത് പഠിപ്പിച്ച്, സാറ് ഒരു 3000 പേരുള്ള വേദിയിൽ ഞാൻ ആദ്യമായിട്ട് പാടുന്നത് പ്രൊഫസർ എന്നെ പഠിപ്പിച്ചിട്ടാണെന്ന് പറഞ്ഞു. പക്ഷേ ഒരിക്കലും ആ 3000 പേരുള്ള വേദിയിൽ ഞാൻ കയറി അങ്ങ് പാടിക്കളയാം എന്നൊരിക്കലും അദ്ദേഹം വിചാരിച്ചിട്ടില്ല. ഒരു ശിഷ്യനെ കൊണ്ട് അത് പാടിപ്പിക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. പലപ്പോഴും ഇവിടെ പാടിയിട്ടുണ്ടെങ്കിൽ ഒരിക്കൽ ഞാൻ സിബി സാറിനെ വിളിച്ച് പറഞ്ഞു, സാറങ്ങ് അനൗൺസ് ചെയ്തായിരുന്നു പറഞ്ഞു സെൻഡ് ഓഫിന്. സാറ് സിബി സാറിനെ ഞാൻ വിളിച്ച് പറഞ്ഞ അനുസരിച്ച് സാറ് അനൗൺസ് ചെയ്തപ്പോൾ കയറി മനോഹരമായിട്ട് പാടി. അല്ലാതെ ഒന്നും പുള്ളിക്കായിട്ട് നേടാനോ അങ്ങനെയൊന്നും ജീവിതത്തിലൊരു ആഗ്രഹങ്ങളെ ഉണ്ടായിരുന്നില്ല. പിന്നെ എനിക്ക് ഓർക്കാനുള്ളത്, എന്തും ഫിസിക്സിൽ കൂടെ മാത്രം കാണുന്ന ഒരു രീതിയായിരുന്നു ഞങ്ങളുടെ വീട്ടിൽ. അതിലെനിക്ക് രസകരമായിട്ട് പറയാനുള്ളത്, ഞങ്ങളുടെ ഒരു പഴയ വീടാണ്, കുറേ വർഷങ്ങളായ ഒരു വീടാണ് ചങ്ങനാശ്ശേരിയിലുള്ളത്. അവിടെ അടുക്കളയിൽ ചെറിയ ചുണ്ടലികളുണ്ടായിരുന്നു. പ്രൊഫസർ ടി വി കണ്ടുകൊണ്ടിരിക്കുന്ന ആ മുറിയിൽ കൂടെ കയറി വന്ന ചുണ്ടലികൾ തിരിഞ്ഞ് സ്റ്റെയർ കേസിൻ്റെ അടുത്തേക്ക് പോകും. അപ്പോൾ ആ ചുണ്ടലികൾ അവിടുന്ന് കയറി വരുന്നത് കാണാം. അപ്പോൾ അവിടെ ഇരുന്നിട്ട് ചെരുപ്പ് കയ്യിലെടുക്കും. ആ ചുണ്ടലി സൈഡിൽ കൂടെ ഓടി വന്ന് സ്റ്റെയർ കേസിൻ്റെ അവിടോട്ട് പോകുമ്പോൾ ജസ്റ്റ് ആ ചെരുപ്പ് താഴേക്ക് ഇടത്തേ ഉള്ളൂ, ആ ചുണ്ടലി ചത്തിരിക്കും. അപ്പോൾ ഞങ്ങൾക്ക് അവിടെ നിന്ന് ക്ലാസ് എടുക്കും. അത് ഓടി വന്ന സ്പീഡ് അല്ലെങ്കിൽ വെലോസിറ്റി, അത് കറങ്ങി വന്നപ്പോൾ അതിന് സംഭവിച്ച സ്ഥാനഭ്രംശം, ഇതൊക്കെ പറഞ്ഞ് ഞങ്ങൾക്ക് ക്ലാസ് എടുത്തു. ഒരിക്കൽ പോലും ആ ചുണ്ടലികളെ പുള്ളിക്ക് മിസ് ചെയ്തിട്ടില്ല. അത് പറഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് ക്ലാസ് എടുത്തിട്ട്. അതുപോലെ തന്നെ ഫിസിക്സ് പഠിച്ചവർ വരുവാണെങ്കിൽ അവർക്കത് ഡിറൈവ് ചെയ്തും കൂടെ കൊടുക്കും. അപ്പോൾ അത് ഭയങ്കര അതിശയമായിട്ട് ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ട്. അതുപോലെ ഏത് കാര്യവും, ഞാനൊരു തേങ്ങ പൊതിക്കുകയാണെങ്കിൽ അവിടെ വന്ന് നിന്ന് പറയും, നീ ആ ടോർക്ക് അപ്ലൈ ചെയ്യുന്നത് ശരിയല്ല, അതാണ് അതിൻ്റെ പ്രശ്നം, അങ്ങനെയാണ് പറയാറ്. അത് അടുക്കളയിലാണെങ്കിൽ അത് ഹീറ്റ് എനർജിയായി, അങ്ങനെ ഓരോ തരത്തിൽ. അതുപോലെ തന്നെ ചിത്രയുടെ ഒരു പാട്ട് കേട്ടോണ്ടിരിക്കുമ്പോൾ എന്നോട് പറയും, നീ കണ്ടോ ചിത്രയുടെ വായ വളരെ വലുതാണ്, അത് റെസണൻസിൻ്റെ പ്രശ്നമാണ്, റെസണൻസ് കോളം കാര്യങ്ങളായി, അതുകൊണ്ടാണ് ഇത്ര ഭംഗിയായിട്ട് പാടാൻ പറ്റുന്നത്. ഇങ്ങനെ എന്തും. ഞങ്ങൾ വല്ലപ്പോഴും ബീച്ചിൽ പോകുമ്പോൾ കുട്ടികളെല്ലാവരും കൂടെ ബീച്ചിലിറങ്ങി കളിക്കും. അപ്പോൾ ഞാൻ കുറേ ബാഗും സഞ്ചിയും ഒക്കെ ആയിട്ട് ഞങ്ങൾ കരയ്ക്ക് നിൽക്കുകയായിരിക്കും. അപ്പോൾ എനിക്കെടുക്കുന്ന ക്ലാസ് നോൺ കൺവെൻഷണൽ എനർജി ആവും. തിരകൾ ഇങ്ങോട്ട് വരുന്ന തിര, തിരിച്ചു പോകുന്ന തിര, അവ തമ്മിലുള്ള ഇൻ്റർഫറൻസ്, ഈ ടേംസൊക്കെ ശരിയാണോ എന്ന് എനിക്കറിയില്ല, എൻ്റെ ഓർമ്മയിൽ നിന്ന് പറയുന്നതാണ്. ഈ തിരകളെ പറ്റിയാണ് എന്നോട് പറയാറ്. അങ്ങനെ എവിടെയും ഫിസിക്സ് കണ്ട് ഫിസിക്സോടുകൂടി ഞങ്ങളുടെ വീട്ടിലെ ഒരു പ്രധാന എപ്പോഴും ഞങ്ങൾ സംവദിക്കുന്ന ഒരു കാര്യം ഫിസിക്സ് ആയിരുന്നു. ഡൈനിങ് ടേബിളിലാണെങ്കിൽ കിരണും പ്രവീണും പപ്പയും കൂടെ പതിയെ അങ്ങ് തുടങ്ങും, ഏതെങ്കിലും സംശയങ്ങളായി കാര്യങ്ങളായി. പിന്നെ സംഗീതം എന്ന് പറഞ്ഞാൽ അത് രാവിലെ തന്നെ തുടങ്ങുന്നതാണ്. വീട്ടിലെ ഒരു റേഡിയോ, സന്തത സഹചാരിയായിട്ടൊരു റേഡിയോ ഉണ്ടായിരുന്നു. ചങ്ങനാശ്ശേരി വീട്ടിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പോകുമ്പോൾ ആദ്യം എടുത്തു വയ്ക്കുന്നത് ആ റേഡിയോ ആണ്. ചിലപ്പോൾ ഞാനും പാട്ട് ആസ്വദിക്കുന്ന ആളാണ്, പക്ഷെങ്കിൽ ചിലപ്പം ഭയങ്കര അരോചകമാകും. കാരണം വെളുപ്പിന് 4 മണിക്കാണ് പുള്ളി ഉണരുന്നതെങ്കിൽ ഇപ്പോൾ FM സ്റ്റേഷനൊക്കെ കിട്ടുമല്ലോ, പതിയെ റേഡിയോ അങ്ങ് ഓൺ ചെയ്യും. അങ്ങനെയൊക്കെ വരുമ്പോൾ അത് നമുക്ക് ബുദ്ധിമുട്ടുമായിരുന്നു. ഞാൻ ഒരുപാട് വഴക്കുണ്ടാക്കിയിട്ടുണ്ട്. ഞങ്ങളുടെ വീട്ടിൽ നിലച്ചു പോയതും ആ സംഗീതമാണ് ഇപ്പോൾ. പിന്നെ അടുത്തതായിട്ട് എനിക്ക് പറയാനുള്ള പുള്ളിയുടെ ചിട്ടയെ പറ്റിയാണ്. ആ ചിട്ട കൊണ്ടാണ് ഒരു പക്ഷെങ്കിൽ പ്രൊഫസർ മരിച്ചു കഴിഞ്ഞിട്ടും ഞങ്ങൾക്ക് വളരെ കഷ്ടപ്പെടാതെ പല കാര്യങ്ങളും, അല്ലെങ്കിൽ ഞാൻ ജോലിക്ക് പോകും, കൂടുതലും കോളേജിലെ ജോലിയുമായിട്ട് പുള്ളിയും മാറും.
പക്ഷേ എല്ലാം വളരെ കൃത്യതയായിട്ട് പുള്ളി മറ്റു പുറത്തുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു വെച്ചിരുന്നു. മരിച്ചു കഴിയുമ്പോൾ അതിൻ്റെ ഒരു സ്യൂട്ട് കേസ് അതിൻ്റെ മണ്ടയ്ക്ക് ഒരു ടു ഡു ലിസ്റ്റ് എന്ന് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഒരിക്കലും കരമടയ്ക്കുക ഇങ്ങനെ വിദ്യുച്ഛക്തി ഇങ്ങനെയുള്ള ഒരു കാര്യവുമായിട്ട് ഞാൻ ബന്ധപ്പെട്ടിട്ടില്ല. ആ ടു ഡു ലിസ്റ്റിൽ എന്തൊക്കെ ഇനിയും കരമടയ്ക്കാനുണ്ട്, ഏതൊക്കെ കൊടുക്കാനുണ്ട്, ആരൊക്കെ തരാനുണ്ട്, ഇതിൻ്റെ അകത്ത് ഒരു കടം കൂടെ എനിക്ക് കിടപ്പുണ്ട്. സിബി സാറിന് ഒരു 500 രൂപ, ഏതോ കണക്കിൽ സിബി സാറിന് കൊടുക്കാനുള്ളത് ഒരു 500 രൂപ. ഒരിക്കൽ ഞാൻ സിബി സാറിനോട് പറഞ്ഞു ഞാനതങ്ങ് തരും. പിന്നെ ഞാനോർത്ത് വേണ്ട, അതങ്ങനെ കിടക്കട്ടെ എന്ന് വിചാരിച്ചു. ആ 500 രൂപ ഒരു കടമായിട്ട് അതും എഴുതി വെച്ചിട്ടുണ്ട്. എന്തോ കണക്ക് തീർത്തപ്പോഴുള്ള കടമാണ്. അങ്ങനെ എല്ലാം ചിട്ടയ്ക്ക്. അതുകൊണ്ട് തന്നെ ഒരുപാട് പാടുപെടേണ്ടി വന്നില്ല. കാര്യങ്ങളൊക്കെ അടുക്കാനും എന്തൊക്കെ ചെയ്യാനുണ്ടെന്നും അറിയാൻ ഞങ്ങൾക്ക് ഒരുപാട് പാടുപെടേണ്ടി വന്നില്ല. അതും തീർച്ചയായിട്ടും എൻ്റെ ജീവിതത്തിലും ഞാൻ അത് കണ്ടുപഠിച്ചിരിക്കുന്ന, പ്രൊഫസറിൻ്റെ മരണശേഷം ഞാൻ കണ്ടുപഠിച്ചിരിക്കുന്ന ഒരു കാര്യം തന്നെയാണത്. കാരണം ഇപ്പോൾ നമുക്കറിയാമല്ലോ, നമുക്ക് മുമ്പ് ഇങ്ങനെ ലക്ഷങ്ങൾ പടഞ്ഞു വീണ് മരിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ആർക്കും എന്നുവരെ എന്നൊന്നും അറിയാൻ പാടില്ലാത്ത ഒരു കാലത്ത് എല്ലാം ഒരു പെർഫെക്റ്റായിട്ട് എടുത്ത് വെക്കണം എന്നൊരു പാഠം ഞാൻ പ്രവചനയിൽ നിന്നാണ് പഠിച്ചത്. ഞാനും ഇപ്പോൾ ഒരു ഡയറി കുറിച്ച് താക്കോൽ ഇവിടെ, ആ സാധനം അവിടെ, LICയുടെ കാര്യങ്ങൾ ഇങ്ങനെ എല്ലാം എഴുതി വയ്ക്കാറുണ്ട്. കാരണം വരും തലമുറയ്ക്ക് ഒരു പാടുപെടരുത്. ഒരു നിമിഷം എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അന്ന് രാവിലെ 2 പ്രാവശ്യം വിളിച്ചു. 3ാമത് ഞാൻ വിളിച്ചപ്പം മരുമോളയാണ് കിട്ടിയത്. മരുമോളോട് ചോദിച്ചു പപ്പ എന്തിയെ, അത് ഇറച്ചി കൊഞ്ചും ഒക്കെ വാങ്ങാനായിട്ട് പുറത്തിറങ്ങി നിൽക്കുകയാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് പപ്പയോട് സംസാരിച്ചില്ല. 4ാമത് എന്നെ വിളിച്ചു, എനിക്കൊരു ചെറിയ നെഞ്ചുവേദനയുണ്ട്, നീ വരണ്ട, ഞാൻ ഹോസ്പിറ്റലിലോട്ട് മരുമോളുമായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുക. ഞാൻ ഹോസ്പിറ്റലിലെത്തി, ആൻജിയോഗ്രാം ECG നോക്കിയിട്ട് യാതൊരു തകരാറുമില്ല, ഞാൻ ഹോസ്പിറ്റലിലെത്തി, ചെറിയ നെഞ്ചുവേദന എന്നിട്ടും പോകുന്നില്ല, നീ ഒരു കാരണവശാലും വരണ്ട എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വേണ്ട വേണ്ട വെച്ചേരെ, ഞാനങ്ങ് വരികയാണെന്നും പറഞ്ഞു. അതാണ് ഞങ്ങൾ അവസാനം സംസാരിച്ചത്. ഇപ്പം എനിക്ക് തോന്നാറുണ്ട് അന്ന് കുറച്ചുകൂടെ സംസാരിക്കേണ്ടതായിരുന്നു. നെഞ്ചുവേദനയായി, എളുപ്പം വെച്ചേരെ, ഞാനങ്ങ് വരുവാണെന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ അവസാനമായിട്ടുള്ള സംസാരം അതായിരുന്നു. അത് കഴിഞ്ഞ് എനിക്ക് തോന്നുന്നേ ജീവിതത്തിൽ അല്ലെങ്കിൽ മരണത്തിലും ഇത്ര സന്തോഷമായിട്ട് കയറി. മരുമോൾ പറഞ്ഞു വാതിൽ നടന്ന് ആ ഹോസ്പിറ്റലിൽ കയറി, ആദ്യത്തെ ഹോസ്പിറ്റലിൽ നിന്ന് അടുത്ത ഹോസ്പിറ്റലിലോട്ട് പോകുന്ന വഴിക്ക് നടന്ന് കയറി. അത് കഴിഞ്ഞിട്ട് മകൾ എന്തോ കാര്യത്തിന് അടുത്ത് ചെന്നപ്പോൾ കൈ ഉയർത്തി അവളെ കാണിച്ചു, കുഴപ്പമില്ല എന്ന് കാണിച്ചു. അതാ മരുമോൾ പറഞ്ഞത് എന്നോട്. അപ്പോൾ അത്രയും വരെ മരണത്തോട് പോലും പുള്ളി അതുവരെയും ജീവിതത്തിൽ ഒരിക്കൽ പോലും ഒരു ഹോസ്പിറ്റലിൽ പോയി കിടക്കുകയോ ചില വൈഷമ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അങ്ങനെ ഒരു വേദന അനുഭവിക്കാനൊന്നും വന്നിട്ടില്ല. പുള്ളി ചെയ്ത പുണ്യപ്രവർത്തികൾ കൊണ്ടാവാം ഒരു പക്ഷേ ഒരു വേദനയും അല്പം അസുഖങ്ങളും ഉണ്ടെങ്കിൽ പോലും ഒന്നും അറിയാതെ ഉച്ച കഴിഞ്ഞ് അങ്ങനെ ഒരു അസുഖം വന്നു. ഏതാണ്ട് ഞാനങ്ങ് എത്തുമ്പോഴത്തേനെല്ലാം കഴിഞ്ഞതും ഒരു പക്ഷേ പുള്ളി ചെയ്ത പുണ്യപ്രവർത്തികളാവാൻ കാരണം. പിന്നെ എനിക്ക് നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളത്, ഇവിടെ ഇന്ന് ഇങ്ങനെ ഇവിടെ എത്തിച്ചേർന്നതും അതുപോലെ തന്നെ ഇങ്ങനെ ഒരു വേദി, ഇവിടെ പ്രൊഫസർ പഠിപ്പിച്ച അതേ വേദിയിൽ ഇങ്ങനെയൊന്ന് എനിക്ക് എത്തി നിൽക്കാൻ പറ്റിയതും, ഇവിടെ ഇങ്ങനെ വരും തലമുറകൾക്ക് അദ്ദേഹത്തിൻ്റെ ഓർമ്മ പകർന്നു നൽകാനായിട്ട് അദ്ദേഹത്തിൻ്റെ ആ മനോഹരമായ കൈയക്ഷരം, അത് എത്ര സ്പീഡിൽ എഴുതിയാലും എത്ര പിടിച്ചെഴുതിയാലും അതിലെ ഓരോ അക്ഷരങ്ങളും കൃത്യ സ്കെയിലിൽ നടന്നതുപോലെ വരികൾ തമ്മിലുള്ള അകലവും വാക്കുകൾ തമ്മിലുള്ള അകലവും അങ്ങനെ തന്നെ നിൽക്കുകയുള്ളൂ. ആ 2 ചിത്രങ്ങൾ ഇവിടെ അവർ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിനെല്ലാം വേദി ഒരുക്കി തന്ന ഫിസിക്സ് ഡിപ്പാർട്ട്മെൻറ്റിനോടും ഈ മാനേജ്മെൻറ്റിനോടും ഞാനും എൻ്റെ കുടുംബവും വളരെയേറെ കടപ്പെട്ടിരിക്കുന്നു. നന്ദി, നമസ്കാരം. പ്രൊഫസറിൻ്റെ പ്രിയപ്പെട്ട മക്കളെക്കുറിച്ച് 2 വാക്ക് ഞാൻ പറയണമല്ലോ. പ്രവീൺ എഞ്ചിനീയറാണ്, ഇലക്ട്രോണിക്സ്, US സെറ്റിൽഡാണ്. താങ്ക് യു ഫാദർ റെജി ഫോർ യുവർ വാല്യുബിൾ ടൈം വിത്ത് us. പ്രവീൺ US ഫാമിലിയായിട്ട് സെറ്റിൽ ചെയ്തിരിക്കുന്നു. ഇളയ മകൻ കിരൺ ആദ്യമായിട്ട് പ്രൊഫസറിൻ്റെ വീട്ടിൽ പോയത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. കിരൺ റെഡിയാക്കിയ ഓർമ്മകളുടെ ഒരു മണിച്ചെപ്പ് നിങ്ങൾക്കായി തുറന്നു തരുന്നു. സാറ് പാടിയ പാട്ടോ
പ്രണയ പുഷ്പമേ ഹൃദയ സരസിലെ പ്രണയ പുഷ്പമേ ഇനിയും നിൻ കഥ പറയൂ. അർത്ഥനിമീലിത മിഴികളിലോറും അശ്രുബിന്ദുവിൻ സ്വപ്നബിന്ദുവോ ഹൃദയ സരസിലെ പ്രണയ പുഷ്പമേ ഇനിയും നിൻ കഥ പറയൂ, നീ പറയൂ. എഴുതാൻ വൈകിയ ചിത്രകഥയിലെ ഏഴഴകുള്ളൊരു നായിക നീ. എഴുതാൻ വൈകിയ ചിത്രകഥയിലെ ഏഴഴകുള്ളൊരു നായിക നീ. എന്നനുരാഗതപോവന സീമയിൽ ഇന്നലെ വന്ന തപസ്വിനി നീ. എന്നോടുണ്ടോ? ഹൃദയ സരസിലെ പ്രണയ പുഷ്പമേ ഇനിയും നിൻ കഥ പറയൂ. എത്ര സന്ധ്യകൾ ചാലിച്ചു ചാർത്തി ഇത്രയും അരുണിമ നിൻ കവിളിൽ. എത്ര സന്ധ്യകൾ ചാലിച്ചു ചാർത്തി ഇത്രയും അരുണിമ നിൻ കവിളിൽ. എത്ര സമുദ്ര ഹൃദന്തം ചാർത്തി ഇത്രയും നീലിമ നിന്റെ കണ്ണിൽ. ഹൃദയ സരസിലെ പ്രണയ പുഷ്പമേ ഇനിയും നിൻ കഥ പറയൂ. അർത്ഥനിമീലിത മിഴികളിലോറും അശ്രുബിന്ദുവിൻ സ്വപ്നബിന്ദുവോ ഹൃദയ സരസിലെ പ്രണയ പുഷ്പമേ ഇനിയും നിൻ കഥ പറയൂ, നീ പറയൂ. ഒരു ദളം മാത്രം വിടർന്നൊരു ചെമ്പനി മുകുളമായി നീ എൻ്റെ മുന്നിൽ നിന്നു. തിരശീല നീട്ടി ജാലമെറിയുവതെന്തിനോ. തിരശീല നീട്ടി ജാലമെറിയുവതെന്തിനോ. തേൻ പുരട്ടിയ മുള്ളുകൾക്കിനി കരളിലെറിയുവതെന്തിനോ. സുറുമയെഴുതിയ മിഴികളെ. താങ്ക് യു വെരി മച്ച് ഫോർ ദാറ്റ് നൈസ് ക്രിയേഷൻ കിരൺ. സി തോമസ് സാറിനെ ക്ഷണിക്കുന്നതിന് മുമ്പ് മറ്റൊരു ഓർമ്മയാണ്. പ്രഭ സാറിനും ഞങ്ങൾക്കെല്ലാവർക്കും ഈ ഡിപ്പാർട്ട്മെൻറ്റും കോളേജിനോടൊപ്പം തന്നെ ജേക്കബ് മാത്യു സാറ് പറഞ്ഞ പോലെ ഏറ്റവും പ്രിയപ്പെട്ട ഞങ്ങളുടെ വാസമായിരുന്നു സ്റ്റാഫ് ഹോസ്റ്റൽ, ബൊട്ടാനിക്കൽ ഗാർഡൻ. എന്ത് ലോകമായിരുന്നു സാർ നമ്മളുടേത് അവിടെ. കാട്ടാമ്പള്ളി സാറ് മുതൽ ജോസ് മാത്യു സാറ്, സാറിൻ്റെ മുറി, ഇപ്പുറത്ത് ഞാൻ, സാബൻ സാറ് കുറച്ച് നാളുണ്ടായിരുന്നു. ഇവിടെ ഡിപ്പാർട്ട്മെൻറ്റിലെ എല്ലാവരുടെയും വിശ്രമ കേന്ദ്രം. അവിടെ ഇരുന്ന് പൊട്ടിച്ച തമാശകൾ,
ക്ലാസ്സിനിരുന്ന പ്രിപ്പറേഷനുകൾ, മറക്കാത്ത എസ് ബിയുടെ ആ ലോകം. സി തോമസ് സാർ വരുമെന്ന് അറിഞ്ഞപ്പോൾ തന്നെ ആ സ്റ്റാഫ് ഹോസ്റ്റലിലാണ് മനസ്സിലേക്ക് കടന്നുപോയത്. പ്രിയപ്പെട്ട സി തോമസ് സാറിനെ, ഏറെ ആരോഗ്യ ബുദ്ധിമുട്ടുകളും വളരെ ദൂരം യാത്ര ചെയ്യണമെങ്കിലും സാറ് തീർച്ചയായിട്ടും ഇന്നിവിടെ എത്തിച്ചേർന്നതിൽ ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട്. സാറിനെ ഞാൻ എല്ലാവരുടെയും പേരിൽ ക്ഷണിക്കുന്നു. ഇന്നും ജീവിക്കുന്ന പ്രൊഫസർ, ഒരു അനുസ്മരണം. ഡോക്ടർ സി തോമസ്. Most of the dignitaries have left. Former principal, vice principals, grandfathers, Mrs. Jalaja Prabha, Kiran, professors past and present, ladies and gentlemen. Today is a memorable day. The 28th of April 2021. Memorable because it's dedicated to the memory of Professor Prabha. I would like to say a few words on Innum Jeevikkunna Professor. But I would like to begin with a correction. It is not Innum, Ennum. എന്നും ജീവിക്കുന്ന പ്രൊഫസർ. This hall, this auditorium, once, twice this length. When Prabha and I used to lecture here, this hall was twice its length. This hall is a living memory of Prabha. As long as SB is, so long will the memory of Prabha be. And so I say, Prabha doesn't live for today, but forever. As long as St. BERCHMANS is round the corner. And St. BERCHMANS will certainly be around the corner for years, if not centuries. When I consider my acquaintance with Prabha, when I say Professor Prabha, so removed from me, so removed from my mind, I used to call him, and I do call him, I will call him Prabha. When I consider my acquaintance with Prabha, well, it's some 4 decades long remembrance. My heart naturally overwhelms. My mind brims.
When I call up remembrances of my life on this campus, much of my life, especially the early years here, has to do with Prabha. Prabha and I were members of the oldest staff quarters in the Botanical Gardens. The first thing that Prabha means to me, considering those days, is this. Almost every week we were there for some 3 years. That's right from the beginning of 1980 to the time of his marriage. He and I were almost always together, especially on Friday evenings, Saturdays and Sundays. That was a time when almost all the masters would quit the quarters, right from Professor George to the least of the masters would go home, married or otherwise, they would go home. Prabha and I would be there alone in our togetherness, or rather in our singleness, which meant togetherness. I'm sure almost all of you know how it is there, more than an acre of the Botanical Gardens. Well, you must have seen the garden by day. You haven't been there by night, have you? There's some 15 odd rooms with trees and shrubs and bushes and snakes and whatnot. And from the evening to the daybreak, if you're around, you would be scared with eerie feelings of fear. Prabha and I used to go to the Newmans for our supper together. Why? Almost all the meals we used to take together from there. Hours we had to spend alone and together. Hours and hours of day and night, especially on Saturdays and Sundays, as I just mentioned. Then, what could we do? Come on. We couldn't be always busy with physics or my language, English. That's what the classes are for. That's what the students are for. Then he and I would talk. And he is one who could and would talk on anything under the skies. He was an inexhaustible wit. Thrilling, exciting sense of fun and humor. Or no one could be bored or tired listening to him. There was so much that he could tell you. So much. And so engaging was his conversation.
He was a past master at the game of words and wit combats. I don't think many could defeat him at that game. Many. Day in and night through, we would talk. Many an hour we would spend at playing chess. More for the beauty of playing the chess than for the question of winning or defeating the other. He and I were friends, I'm sure. What is friendship? What is a friend? Probably one soul inhabiting two bodies. This is no philosophic statement that I've said. This is a lived reality. When I think of him as my friend, I have not told him that, but I tell you now, I would tell anyone, I would humbly repeat the words of Mark Antony speaking of Julius Caesar. He was my friend, faithful and just to me. Yes, he was my friend, faithful and just to me. I'm sure many could affirm this after me. I could not be just the one person who would speak of it. So was he a friend to many, to students, fellows, teachers, non-teaching staff, members of the other departments. And I know many friends of his, personal friends of his in Ramni and here, would affirm this. A faithful friend is surely a medicine to cure your mind's illnesses. So was Prabha. Such was Prabha. Such a person was Prabha. Our togetherness did not decrease in its intensity after the arrival of Jalaja and the kids. It only increased with my frequenting their house. Day after day after day, week after week after week, primarily because of the presence of Prabha. There are ever so many instances of our togetherness. Well, the time is not auspicious enough for me to dilate on them. It's a pity death came in an unexpected manner to take him away from us. Often it's said that death closes all. No. Death can't. Death fails in the face of
memory. You and I can't be sure if Prabha remembers us. But you and I can be sure, more than sure, we remember him. Whether he was close or at a distance, he was always my friend, and I could feel the intensity of the togetherness between us. Unforgettable is his memory. As long as there is a seed in my memory, I cannot forget him. His footfalls will echo in my memory. Surely memory walks backwards. That's a trick of memory. Well, that's also the blessing of memory. Human memory allows the dead to continue to live, perhaps live more intensely, meaningfully than when the dead were around us living. I'm sure I could go on and on thus. But I shan't. I try your patience, because much of this means to me. Much of this, of course, means to Jalaja and Kiran. So, without much custom and ceremony, I wind up my words. The rest is memory, yours and mine. Thank you. Thank you, sir, for that tribute. ഈ ഫംഗ്ഷൻ അവസാനിക്കുന്നതിന് മുമ്പ് കൃതജ്ഞത പ്രകാശിപ്പിക്കുന്നതിനായി പ്രിയപ്പെട്ട ജിജോ ജോസ് സാറിനെ ക്ഷണിക്കും. ഗുഡ് ആഫ്റ്റർനൂൺ ഓൾ. ചങ്ങനാശ്ശേരി അതിരൂപതയുടെ വികാരി ജനറാളും എസ് ബി കോളേജിൻ്റെ മാനേജറുമായ ഫാദർ തോമസ് പാടിയത്തച്ഛനും എസ് ബി കോളേജിൻ്റെ പ്രിൻസിപ്പലായ ഫാദർ റെജി പി കുര്യൻ അച്ഛനും മുൻ പ്രിൻസിപ്പലായിരുന്ന ഡോക്ടർ ജേക്കബ് മാത്യു സാർ, ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട പ്രൊഫസർ സാറിൻ്റെ കുടുംബാംഗങ്ങളെ, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഫിസിക്സിൻ്റെ ഇപ്പോഴത്തെ HOD സിബി സാർ, മുൻ HOD ഐസക് പോൾ സാറ്, KCOR സാറ്, റിട്ടയർ ചെയ്തു പോയ മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളിലെ അധ്യാപകരെ, അനധ്യാപകരെ, പ്രിയ സുഹൃത്തുക്കളെ, നന്ദിയുടെ ഒരു വാക്ക് പറയുവാനാണ് ഞാനിവിടെ നിൽക്കുന്നത്. ആ നന്ദിയുടെ വാക്കുകൾക്ക് കൂടെ ഞാനും എൻ്റെ പ്രൊഫസറിനെ ഒന്ന് അനുസ്മരിക്കാൻ ശ്രമിക്കുകയാണ്. പ്രൊഫസറിൻ്റെ ഓർമ്മകൾ, ഞങ്ങളുടെ ഡിഗ്രി ബാച്ചിൻ്റെ ചാർജായിട്ടായിരുന്നു സാറുണ്ടായിരുന്നത്. ഞാനിവിടെ 7 വർഷം പഠിച്ചു. ആ 7 വർഷത്തിലെ 6 വർഷവും എന്നെ പഠിപ്പിച്ചതാണ് സിബി സാറ്, പ്രൊഫസർ ഡിഗ്രിക്ക്, പ്രീ ഡിഗ്രിക്ക് ചേനാട്ടുശ്ശേരി സാറും പ്രൊഫസറുമായിരുന്നു ക്ലാസ് ഫിസിക്സ് പഠിപ്പിച്ചിരുന്നത്. ഡിഗ്രിക്ക് ഞങ്ങളുടെ 3 വർഷവും ചാർജ് പ്രൊഫസറായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ 3ാമത്തെ വർഷത്തെ ടൂറ് പ്രൊഫസർ വിത്ത് ഫാമിലിയാണ് ഞങ്ങളെ അക്കമ്പനി ചെയ്തത്. അന്ന് പ്രൊഫസറിന് ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ, ബ്രോങ്കിയൽ പ്രശ്നങ്ങൾ എന്തൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു തീരുമാനമായിട്ട് ഞങ്ങളുടെ കൂട്ടത്തിൽ സാറിൻ്റെ വൈഫിനെയും കിരണും പ്രവീണും 2 പിള്ളേരും കൂടിയാണ്, വേറെ സാറുമാരും ഇല്ലാതെ ഞങ്ങളുടെ കൂട്ടത്തിൽ ടൂർ വന്നത്. അങ്ങനെ ഒരു അപൂർവ സംഭവം ഞങ്ങളുടെ ഭാഷയിൽ മാത്രമേ സംഭവിച്ചിട്ടുണ്ടാവുകയുള്ളൂ.
അത് കഴിഞ്ഞിട്ട് പി ജിയിൽ സാർ ഒരു വർഷം പഠിപ്പിക്കാത്തതിന് കാരണം സാറ് ഫസ്റ്റ് ഇയറിൽ പഠിപ്പിക്കുന്നില്ലായിരുന്നു എന്നുള്ളതാണ്. ഫസ്റ്റ് ഇയറിൽ ആ ടോപ്പിക്സ് ഒന്നും സാറ് കൈകാര്യം ചെയ്യുന്നില്ലായിരുന്നു. കെ സി ഓർ സാറായിരുന്നു മെൻറ്റർ. കെ സി ഓർ സാറിൻ്റെ സമയത്ത് പ്രൊഫസർ സെക്കൻഡ് ഇയറിൽ മാത്രമാണ് ഞങ്ങളെ പഠിപ്പിച്ചിരുന്നത്. സാറിൻ്റെ ഓരോ ക്ലാസ് റൂം, അതായത് ആ സ്റ്റൈൽ ഓഫ്, നമ്മളൊരു ബോർഡിൽ നോക്കിക്കഴിഞ്ഞാൽ അന്ന് പഠിപ്പിച്ചത് മുഴുവൻ അവിടെ ഉണ്ട്. അത് അത്ര വൃത്തിയായിട്ട് നന്നായിട്ട് പടം വരച്ച്, ഓരോ പടവും നമ്മൾ ഒരു പുസ്തകത്തിനകത്തുനിന്ന് പ്രിൻ്റ് എടുത്ത് വെച്ചിരിക്കുന്നത് പോലെ ബോർഡിലേക്ക് വരച്ച് ഞങ്ങളെ ഓരോരുത്തരെയും പഠിപ്പിച്ച സാറിൻ്റെ നല്ല നല്ല ഓർമ്മകൾ ഈ നിമിഷം എൻ്റെ മനസ്സിലേക്ക് കടന്നു വരികയാണ്. അതുപോലെ സാറിൻ്റെ, ഞാൻ പഠിച്ചു കഴിഞ്ഞിട്ട് സാറിന് ഇവിടെ ജോയിൻ ചെയ്തപ്പോൾ സാറിൻ്റെ കൂടെ പ്രവർത്തിക്കുവാനായിട്ട് സാധിച്ചു. HOD ആയിരുന്ന സമയത്ത് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒത്തിരി ഫയലുകൾ റെഗുലറൈസ് ചെയ്യപ്പെട്ടത് സാറിൻ്റെ സമയത്താണ്. സാറിൻ്റെ ആ ക്യാരക്ടറിനെ കുറിച്ച് ആൻറ്റി നേരത്തെ പറഞ്ഞു. അതായത് നമ്മളുടെ ഇവിടെ സ്കോളർഷിപ്സ്, നമ്മൾ കുറേ ചെക്കുകളും ഇതൊക്കെ ഉണ്ടായിരുന്നു. ആ ഒരു സാധനങ്ങൾ ഇന്നതൊക്കെയാണ്, ഇന്നയുടെ ബാങ്കിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരിക, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ചെയ്തു. അതിപ്പം സിബി സാറ് പൂർത്തിയാക്കിയിട്ടുണ്ട്. അപ്പം ആ ഒരു ഇതിൻ്റെ തുടക്കം പ്രൊഫസർ തന്നെയായിരുന്നു. ഈ ഒരു റൂം റിനോവേറ്റ് ചെയ്യാനായിട്ട് കാണിച്ച ആ സ്നേഹത്തിന് പ്രൊഫസറിൻ്റെ കുടുംബത്തിന് നന്ദി അർപ്പിച്ചുകൊള്ളുന്നു. പ്രത്യേകമായി ജലജ ചേച്ചിക്കും കിരണിനും പ്രവീണിനും താങ്ക്സ് പറയുകയാണ്. ഇന്ന് ഈ ഓഡിറ്റോറിയം, അതായത് ഓഡിറ്റോറിയം എന്ന പേരുള്ള ക്ലാസ് റൂം ഉദ്ഘാടനം ചെയ്ത് അതിൻ്റെ ബ്ലെസ്സിങ് നടത്തിയത് നമ്മുടെ ബഹുമാനപ്പെട്ട മാനേജർ അച്ഛനായ ഫാദർ തോമസ് പടിയത്ത് അച്ഛനാണ്. അച്ഛനോടുള്ള സ്നേഹവും കടപ്പാടും നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റേത് അറിയിക്കുകയാണ്. ഇതുപോലെ തന്നെ ആ ചടങ്ങിൽ സന്നിഹിതരായിരുന്ന വൈസ് പ്രിൻസിപ്പൽ തെക്കേപ്പുറത്തിൽ അച്ഛനും ബെന്നി സാറും ബർസാറച്ഛൻ മോഹനച്ഛനെയും എല്ലാം നന്ദിയോടെ ഓർക്കുകയാണ്. റജിയച്ഛൻ ആണ് നമ്മുടെ ഇത് പ്രസംഗിച്ചിരുന്നു. അച്ഛനെ ഓർത്തും നന്ദി പറയുന്നു. ഇനി സെൻറ്റിനറി ഇയറിലേക്ക് വരുമ്പോൾ ഇതുപോലുള്ള ഹോളുകൾ പലതും ഇനോഗ്രേറ്റ് ചെയ്യാനായിട്ട് റജിയസിന് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. പിന്നെ ഈ മുറിയുടെ പ്രവർത്തനവുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിലെ നോൺ ടീച്ചിങ് സ്റ്റാഫായിരുന്ന ഡിബിനും ജോഷി ചേട്ടനും ഒക്കെ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട്. അവരെയെല്ലാം ഈ നിമിഷം ഓർക്കുകയും നന്ദി പറയുകയും ചെയ്യുന്നു. അതുപോലെ ഇലക്ട്രിക്കൽ വർക്ക് ചെയ്തവരെയും സ്റ്റേജ്, പോഡിയം, അങ്ങനെയുള്ള ഓരോന്നിൻ്റെയും വർക്കുകൾക്ക് ഒത്തിരി പേര് ഇതിനു വേണ്ടി അധ്വാനം ചെയ്തിട്ടുണ്ട്. ഒത്തിരി ടൈം ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്ന സമയത്ത് പോലും ഇതെല്ലാം നന്നായിട്ട് ഒരുവിധം ഭംഗിയായിട്ട് ചെയ്യാൻ സാധിച്ചതിന് എല്ലാവരോടുമുള്ള നന്ദി അറിയിച്ചുകൊള്ളുന്നു. അതുപോലെ തന്നെ സാറിൻ്റെ സുഹൃത്തുക്കളായിട്ടും ഇവിടെ വന്നു ചേർന്ന എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക്സ്. താങ്ക് യു ജിജോ. I express my sincere gratitude to the authorities who invited me to take this session of lecture in this renovated auditorium in the name of my intimate friend and colleague Prof.V Prabha. When we commemorate the fond memories of Professor Prabha, I consider this as a gratitude to that great professor who was an expert in the field of electricity and magnetism. Physicists, please forgive me because I am not going into any of the deepness of this subject, only the very peripheral things which everybody can understand. We know that electricity and magnetism or electromagnetism is a topic which not only physicists but everyone are using in their daily life. We know that all our appliances are
backed up with electric power. It may be small or large, but in every appliances which we are using today, there is a source of energy in the form of electricity is needed. And that is the importance of electricity, and that is why I told you that every one of us are using this technology, and therefore this topic is important for each and every one of us. Now, electricity and magnetism. First of all, what is electricity? Electricity is the phenomenon which is associated with charges. These charges may be either at rest or it may be moving. So this is a phenomenon associated with stationary or moving electric charges. In electricity, the particle involved is electrons, you know. And I am not going into any of the details of what is electron and all other things, which we already, or all of us know. It is the association of accumulation of electric charges or electrons, or the motion of large number of electrons. Now, when we consider the discovery of electricity, it starts from about the 18th century onwards. In 1752, Benjamin Franklin conducted a simple experiment, and it is known as the famous kite and key experiment, which he had done in a rainy, stormy day. And by that experiment, he discovered, actually it is not invented, it is discovered that such a force is there in nature, and he got an electric shock, and that is the first place we are using volt as the unit of potential difference in order to commemorate his name, who first discovered this electric potential difference. Now we come to another important name, which is called Andre Marie Ampere. Ampere, we all know, it is the unit of current. And he founded and named the science of electrodynamics. So electrodynamics was actually first coined by Andre Marie Ampere, and it is nothing but it is called electromagnetism. And as I told you, in order to commemorate his name, we are given the unit of current in his name, and that is what is called ampere. Then come George Ohm. All of us are familiar with Ohm's law. That is a basic law in electricity. And Ohm's law is nothing but the current passing through a conductor at constant temperature is directly proportional to the potential difference between the ends of this conductor and inversely proportional to the resistance. And this was first introduced by Ohm, and it is known as the famous Ohm's law. That is the basic law in electricity, and it is given by I is equal to V by R, or V is equal to IR. And Ohm is the unit which we know. We are using it for the unit of resistance, so much ohms. So volt, ampere, ohm are the units which are nowadays frequently used in all branches of electricity. Now there are a lot of other scientists are there. I am not going to discuss about all of them. They are Thomas Alva Edison, and you know Edison is the person who invented a lot of electric devices. Then we have Michael Faraday, then James Clerk Maxwell, then Nikola Tesla, Joseph Henry. These are some of the pioneers in the field of electricity and magnetism. Now, what are the different types of electricity? There are basically two different forms of electricity. First one is called static electricity,
and the other one is called current electricity. Static electricity is the study of electric charges at rest. And we know that electrostatics is a huge subject, and there are a lot of theories and discoveries were found in electrostatics, and we know that there are certain devices in which huge electric charges can be accumulated, and such a device is, you know, it is called a Van de Graaff generator, in which a huge amount of electric charge can be stored. And when we study about these charges which are at rest, it is called electrostatics. And then comes current electricity, which deals with electric charges which are in motion. Now current electricity is again divided into two groups. One is called alternating current, AC, which we are familiar, and the other one is direct current, DC. In alternating current, the current or the voltage changes its sign in every cycle, as it is seen in the first graph. But in a DC, there is no change in the sign. It is always constant, direct current. That means it will have only one level. But in the other case, there is a positive as well as a negative cycle, and that is why it is called alternating. It always changes its sign. And these are the two types of current electricity. Now, how this electricity is generated? Electricity is generated in electric generators. And in order to produce AC and DC, we have two different generators, AC generator and a DC generator. AC generator is, as shown in the figure, it is nothing but a coil which is made to revolve, or which is made to circulate between the pole pieces of a magnet. And the theory behind that is this magnet, between the magnetic poles there is a magnetic flux. And whenever this magnetic flux changes, an electromagnetic induction will be produced in the coil, and that produces this electric current. So our aim is to change the electric flux, and that is why we rotate this coil. When we rotate the coil, the electric lines of force will be cut, or it will be changing, and whenever we change this electric flux, a current will be generated. Now, if the free ends of this coil, as we can see in the first figure, if they are connected to split rings, that means full rings, so that always those two brushes touching these two rings always. And you can see that when this coil rotates in each position of this, either it will be positive or negative. And when we continuously rotating this coil, you can see that positive, negative, this will be happening throughout, and in that way we are getting AC. And you can see that this is the graph of such an AC signal, and that changes from 0 to 90, then from 90 to 180. That means it is the position of that coil. And a full cycle is shown here, and when it completes one full rotation, we can see that one signal is completed. And again when it rotates, so if we increase the number of coils, here only one is shown, but in an actual AC generator, there will be large number of coils, or coils are wounded, 100,000 or any amount of number of coils can be increased, so that the current induced or the voltage induced also will be increased depending upon the number of coils. Also, if we can increase the speed of rotation, then also this induced EMF will be higher. So in order to get high electric potential, two things we have to do. One is to increase the number of coils in that winding, and second one is to increase the rotation. That is why we have in AC generating stations, we have a huge pressure or a huge force is applied to the turbines which are connected to this generator ends, so that this coil can be rotated into such a high speed. So we know that in our Idiki generator, Idiki hydroelectric project, the generator is actually 2 kilometers down at Moolamata. So
when this water flowing through this tunnel, when it reaches 2 kilometers deep, it will have high or it can impart high force onto the turbines. And these turbines will be rotated with very high speed. They are not simple small turbines, they are huge type of turbines. And you can see that these are some of the figures of such a huge turbines which are there. And so in that way, AC is generated. Now we know that our home and all our daily life we are using AC. I will tell you why we are using AC rather than DC later. Now, another generator, as I told you, second type of generator is the DC generator, in which there is only a small difference in that generator. You can see that that is in that rings. So here it is not a split ring, it is not a slip ring, but it is a split ring. That means the rings are divided into two, so that one ring or half of the ring will come in contact with that brush only half of the time. At the next time, this half will come here, and you can see that in this case, always the ring is not touching that brushes, but only half the time one particular brush will be in contact with half of this brush. And that will generate an electric voltage in this form. Now you can see that here there is no negative half, only positive halves will be there. So that is why it is called DC, direct current. No alternation is there, and that is made possible because of this particular arrangement of the rings. So that means that this ring is split into two, so that the brushes will come into contact with only half rotation, and so that it makes this voltage to be DC. And there are huge DC windings, as I told you, or is there, and you can see that. So DC is also a very important form of electricity, and it is used in many appliances, but commonly we are using AC. Now you can see that, as I told you, in order to rotate this generator, we are in need of huge pressure that is to be applied on that. And that pressure can be applied in many ways. One method is this hydroelectric projects, in which you can see here that hydroelectric or water comes through that pipe, and that will incident on the turbines, so that the turbines will be rotated with very high speed. Actually, the turbines are connected to these generators, so that that generating coil also will be rotated in that way. So we can rotate this with a huge speed, depending upon this force or the pressure which is applied on that. So these are some of the actual figures of the turbines, and this is actually a figure of the generating station, in which a lot of electric generators are simultaneously working together, and these are the windings of that. So hydroelectric is one of the methods to rotate these turbines. Another method is, so in any way we have to rotate these turbines. That is the only thing which we are in need of. And another method is we are using wind energy for this. You see that huge wind mills are there, and in that windmills, generators are there, and when these wings are rotated with the help of the wind, actually these generators are rotated. You can see in the second figure, this is connected by a shaft to this generator, and so that that generator coil will be rotated. So here also another method to rotate this generator, that's all. And that is what is in windmills. So here we are using natural forces for that. Next one is nuclear power based generator. You know that there are a lot of nuclear power stations which not only produces nuclear energy for other purposes, but some of them or many of them are used for producing electric power. In that case, what is done is when the nucleus is broken, you know, atomic energy will be produced in the form of heat. Huge amount of heat can be produced by fissionable materials. So in an atomic station, actually
these atoms are split. Atoms are split and it produces a huge amount of heat, and this heat is used for producing steam. And this steam, it is a huge amount of steam will be produced, and that is forced into that is made to force into these turbines so that turbines will be rotated. Here again another method of rotating this turbines or these generators, and in that way it is rotated. So in all these cases, what we are making or what we are doing is just rotating the coils in different methods. So nuclear energy is, you know that in India, about 18% of our electric power is produced from nuclear power stations. Huge power stations are there in all over India, and we are getting, even we are getting this electricity, some part of the electricity is from such nuclear power stations. Now, another important thing is about the transmission of electricity. We know that electricity which is produced in a generating station are usually not having high voltages. So in a power station, after this getting this power or electric power, we are put it into a substation where this electricity is stepped up. Stepped up means in a transformer. There are step-up transformers and step-down transformers are there. Now in a huge electric substation, huge type of step-up transformers are there which step up this voltage. So actually we are getting 230 volt here, but you know in a huge electric line, the line voltage is 11 kV. That means 11,000 volt. 11,000 volt. Why we are raising this electricity to such a high voltage is because in order to transmit through long distances, even hundreds of kilometers. Suppose we are taken the electrical power directly from the station, then when it reaches our destination point, you can see that it will lose its energy very much, because whenever it transmits, there are electrical losses in the form of heat. That is what is called a Joule's effect. Due to this Joule's effect, a lot of electricity will be lost, and therefore if we increase the voltage, about that I will tell you after this. So first we step up this voltage, and then it is transmitted through these lines, and when it reaches our destination point, it is again stepped down. It is again stepped down to our desired. Our AC is about 230 volt. So this 11 kV is stepped down into 230 volt, and that is usually we are using in our home, and that is for that a step down transformer is needed. And all of you had seen this step down transformers in the side of the roads and all other things. We will have a small transformer. It is not small, but comparing to the transformers in the substations, they are actually very small. And using the step down transformers, again it is given to our local electrical lines, and it is given to our home, and in our home we are using it. So that particular amount of voltage is there, and we are using it. Now a very important question which usually everyone is asked is why AC is used for electric power transmission? Why AC? It is not DC, but AC is used. We can see that in our state or in our country or in any of the foreign countries, usually the electricity is transmitted in the form of AC. It is because of two important cases. First one is that AC can be alternated, plus and minus, and therefore it can be easily step up and step down. In a transformer, what is the basic principle is electromagnetic induction. So we have one coil, one set of coil, and we have another set of coil. This one set of coil is directly connected to the electricity which you are getting, and the other one is getting because of this electromagnetic induction. And in order to get this electromagnetic induction, this AC is to be, or the charge is to be continuously changed. If it is a constant, then the flux will not be changing.
Now to change the flux, this electricity is to be changed from plus and minus. Then only the magnetic field will be changing. And therefore, in a step-up transformer or in a step-down transformer, in both cases, this flux change should be there, and for that AC is essential, and that is why AC is used. Second reason is, as I told you in the first case, as I told you earlier, that is the power is given by the equation P is equal to I into V. Now for a constant power, either we can increase the voltage or the current, or we can increase the current and decrease the voltage. But usually what we are doing is, in our cases, we are decreasing the current and increasing the voltage. That is actually what is done in our step-up transformer. Now what is the advantage of decreasing the current? Because we know that in that equation H is equal to I squared RT. H is the heat. So if I is increased, H will increase. H is actually a lost, heat is actually a lost. And therefore we have to minimize that. In order to minimize that, we are decreasing I and increasing V, so that the same power can be transmitted. So in our case, what we are doing is we are increasing V to a high value. So from, suppose you are getting in our substation some 100 volt. Now suppose it is converted into 110,000 volt. You know that volt V is increased to such a high value, but in order to get the same power, we have to correspondingly decrease I. So whenever we decrease I, the heating of the coil will be less, and that will save the energy. That means almost the same power we can transmit from the transmitting station to the receiving end. And that is why we are increasing the voltage, as I told you earlier. Now, we have two types of AC. 2-3 minutes. We have two types of AC, single phase AC and three phase AC. Now, for our ordinary purposes, we are using single phase AC. Single phase AC means in that generator there will be only one set of coils, and we have only two terminals, a phase wire and a neutral wire. And that we are familiar. Whenever we want to connect an electric appliance, we are using a phase wire and a neutral wire, and that is called a single phase. Single phase has got many other important definitions. I am not going into its details because I have no enough time. But basically you can remember it in this way. In a single phase there will be only two wires, a phase wire and a neutral wire. And because there will be only a single coil there, and the two free ends of that will, one will be phase and the other one will be neutral. And okay. Then we have another device which is called three-phase AC. In a three-phase AC, instead of one set of coils, we have three sets of coils. In one set, there is only one winding, but in this three set, each of these coils are arranged 120 degree apart, so that the three will make 360. And what is the advantage is that in a three-phase AC, it will be more or less constant. You can see from this graph. Each graph represents the output from each of the phases. But when it reaches here, you can see all of them are very close together, so that in a single cycle, almost that constancy can be there. And you know that in any appliances, a constant voltage is better than any constantly changing voltage. A DC, a direct current is almost, so this will get the power, the effect of almost a direct current, and that is why three phase is good. But three phase, in order to have this three phase, it is costly, and therefore usually we are using only single phase. That is the reason why we are using in our home single phase type motors. And there are many advantages of three phase over AC. As I told you here, they are able to conduct 3 times the power. That is another important thing. Power of a single phase. Then motors have high power factor and efficiency, small in size and light in weight. The output current in the load contains very less AC components, and all such things are there. So remember, better
3-phase rather than single phase. But we are using single phase because only 2 wires are needed. But in a 3-phase, actually 3 wires or 4 wires are there. One is neutral, and the ends of this each of the coil, 3 coils, will make 1 terminal each, and all of the other together makes the neutral terminal. In that way, we have 4 wires are needed, and that type of motors are more expensive, and also in order to connect that, we have 3-phase devices also must be there. But almost all of our appliances are single-phase devices, and that is why we are using single phases. So, since the time is very much over, I am just stopping here, and what I am doing here is just to give an introduction about what an important subject our professor is dealing here. So, this is only very basic. You can see that a lot of theories are here, especially in electromagnetism, and that are the topics which usually professor is taken here, and I am very happy that I got the chance to deliver this lecture in the first time in this hall. So this is a hall which is very important for each of our physicists, and in that respect I am very much happy. So thank you for all.